കേരളം ഒറ്റ ശബ്ദത്തിൽ പറഞ്ഞാലും മുഖ്യമന്ത്രി കേൾക്കില്ല. എം.എ. ബേബി പറഞ്ഞാലും മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെടില്ല. അദ്ദേഹത്തിന് ഇപ്പോഴും അറിയില്ല മഹിജയോട് എന്ത് ധാർഷ്ട്യം ചെയ്തു പോലീസ് എന്ന്. ജിഷ്ണുവിനോടുള്ള കരുതൽ മനസ്സിൽ സൂക്ഷിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും എന്തുകൊണ്ടാണ് പോലീസിന് ഒരു തെറ്റും പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹം ജനരോഷം മനസ്സിലാക്കാതെ പോകുന്നത്? എഡിറ്റേഴ്സ് അവർ ചർച്ച ചെയ്യുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. ജിഷ്ണുവിന്റെ അമ്മയെ പോലീസ് വലിച്ചിഴച്ചിട്ടില്ലെന്ന് പിണറായി വിജയൻ. സർക്കാരിന്റെ മനസ്സ് മകനെ നഷ്ടപ്പെട്ട അമ്മയ്ക്കൊപ്പം. അവരെ കൈകൊടുത്ത് പോലീസുകാരികൾ പൊക്കാൻ നോക്കുന്നു. ഇത് വലിച്ചിഴക്കലായിട്ട് ചിത്രീകരിച്ചെങ്കിലും ദൃശ്യത്തിൽ ശരിയായി പൊക്കുന്ന ചിത്രമായിട്ട് തന്നെ വന്നു. അതിക്രമം കാട്ടുന്നത് ഇടതുനയം മനസ്സിലാകാത്ത പോലീസുകാരെന്ന് എം.എ. ബേബി. പോലീസ് എന്ത് ധാർഷ്ട്യം കാട്ടിയെന്ന് ബേബിയോട് ചോദിക്കണമെന്ന് പിണറായി. പോലീസുകാരെന്ത് ധാർഷ്ട്യ കാണിച്ചത് നിനക്കറിയില്ല, അത് ബേബിയോട് ചോദിക്കണം. ജിഷ്ണു കേസിൽ ഒളിവിൽ പോയവരെ പിടികൂടാൻ പ്രത്യേക സംഘം രൂപീകരിച്ചു. പ്രതികളെ 2 ആഴ്ചക്കുള്ളിൽ പിടികൂടുമെന്ന് DGP. ആശുപത്രിയിൽ നിന്നിറങ്ങിയാൽ DGP ഓഫീസിന് മുൻപിൽ വീണ്ടും സമരമെന്ന് ജിഷ്ണുവിന്റെ കുടുംബം. പോലീസ് അതിക്രമത്തിനിരയായ മഹിജയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളം. ഹർത്താലിൽ സംസ്ഥാനം സ്തംഭിച്ചു. വിവിധ സംഘടനകളുടെ മാർച്ചിൽ സംഘർഷം. നീതിക്കായി ജിഷ്ണുവിന്റെ കുടുംബം നിരാഹാര സമരത്തിൽ. അനുഭാവം പ്രകടിപ്പിച്ച് സമരമുഖത്തെത്തിയവരുടെ ജാമ്യാപേക്ഷ തള്ളി. ബാബറി മസ്ജിദ് തകർത്തതിലെ ഗൂഢാലോചന കേസിൽ വിചാരണ നേരിടാൻ തയ്യാറാണെന്ന LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും സുപ്രീം കോടതിയിൽ. അദ്വാനി അടക്കം 13 പേർക്കെതിരെ ഗൂഢാലോചന കുറ്റം പുനഃസ്ഥാപിക്കണമെന്ന് CBI. ഹർജി വിധി പറയാൻ മാറ്റി. വിജ്ഞാപനം ചെയ്യാത്ത പാതകളുടെ ഓരത്തെ മദ്യശാലകൾക്ക് ലൈസൻസ് നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. കൊച്ചിയിൽ 4 സ്റ്റാർ ഹോട്ടലുകൾ അടക്കം തുറക്കും. ബാറ്ററി കേസിൽ KM മാണിക്കെതിരായ അന്വേഷണം വിജിലൻസ് അവസാനിപ്പിച്ചു. കേരള വരൾച്ചാ ബാധിത സംസ്ഥാനം. 8 സംസ്ഥാനങ്ങൾക്കായി 24,000 കോടി രൂപ. തുക ഈ മാസം തന്നെ നൽകും. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 50 തൊഴിൽ ദിനം കൂടി അനുവദിച്ചു. പോലീസ് ആസ്ഥാനത്ത് സമരം ചെയ്ത ജിഷ്ണുവിന്റെ അമ്മ മഹിജയെ പോലീസ് വലിച്ചിഴച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വലിച്ചിഴച്ചെന്ന് മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ ദൃശ്യങ്ങൾ അങ്ങനെ അല്ല എന്ന് തെളിയിച്ചു. ജിഷ്ണുവിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇന്നലെ വലിയൊരു ചിത്രം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടന്നു. ഈ അമ്മയെ വല്ലാതെ റോഡിലൂടെ വലിച്ചടച്ചു എന്നൊരു ചിത്രം വരുത്താൻ. പക്ഷെ ദൃശ്യമാധ്യമങ്ങള് ഒരു ഉപകാരം ചെയ്തു. ആ ദൃശ്യങ്ങൾ ശരിയായി കാണിച്ചു. ദൃശ്യങ്ങൾ ശരിയായി കാണിച്ചപ്പോ ഇവർ കടന്നിരിക്കുന്നു. കിടന്ന് അവരെ കൈകൊടുത്ത് പോലീസുകാരികൾ പൊക്കാൻ നോക്കുന്നു. ഇത് വലിച്ചിടക്കലായിട്ട് ചിത്രീകരിച്ചെങ്കിലും ദൃശ്യത്തിൽ ശരിയായി പൊക്കുന്ന ചിത്രമായിട്ട് തന്നെ വന്നു. ഇതാണ് സംഭവിച്ചിട്ടുള്ള കാര്യം. ഈ വിഷയം എഡിറ്റേഴ്സ് അവർ ചർച്ച ചെയ്യുന്നു. പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി പദവി ഈ സാഹചര്യത്തിൽ ഒഴിയണമോ എന്ന ചോദ്യം പ്രേക്ഷകരോടായി ചോദിച്ചിരുന്നു റിപ്പോർട്ടർ ടിവിയുടെ വെബ്സൈറ്റ്. 61% പ്രേക്ഷകരും വേണം എന്ന് അഭിപ്രായപ്പെടുന്നു. 36% പേർ വേണ്ട എന്നും. ഈ വിഷയം ചർച്ചക്കെടുക്കുമ്പോൾ TV രാജേഷ് MLA, ഡീൻ കുര്യാക്കോസ്, ജേക്കബ് ജോർജ്, M വിജിൻ, NP ചെക്കുട്ടി എന്നിവർ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ TV രാജേഷ്, ഇപ്പോഴും എന്തിന് ഈ നടപടിയെ സർക്കാർ ന്യായീകരിക്കണം? ഒരു തെറ്റ് പറ്റിപ്പോയെങ്കിൽ അത് തുറന്നു പറയാനുള്ള മടി എന്തിനാണിപ്പോഴും? ഹലോ, കേൾക്കാം. ഇവിടെ ജിഷ്ണു പ്രണോയ് മരിക്കാനിടയായ സാഹചര്യം സംബന്ധിച്ച് ഗവൺമെന്റ് നിലപാടുകൾ വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും വീഴ്ച വന്നു എന്ന അഭിപ്രായം ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾ പോലും പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ജനുവരി 6-ാം തീയതിയാണ് ദാരുണമായ ആ സംഭവം നടന്നത്. അതിനുശേഷം പോലീസ് അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. പിന്നീട് അന്വേഷണം സംബന്ധിച്ച് ചില പരാതികൾ ഉയർന്നു വന്നപ്പോൾ അവരെ മാറ്റി ഇരിങ്ങാലക്കുട ASP ആയിട്ടുള്ള
അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമിനെ വിനിയോഗിച്ചു. മാത്രമല്ല പ്രതികൾക്കെതിരായി FIR ഇട്ടു, കോൺസ്പെറസി, അതുപോലെ തന്നെ 306 ആത്മഹത്യാ പ്രേരണ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പ് അനുസരിച്ച് കേസെടുത്തു. അതിനുശേഷം കുടുംബക്കാർ പറഞ്ഞതിനനുസരിച്ച് പ്രോസിക്യൂട്ടറായിട്ടുള്ള ക്രിമിനൽ അഡ്വക്കേറ്റ് ഉദയഭാനുവിനെ ഗവൺമെന്റ് നിശ്ചയിച്ചു കൊടുത്തു. ഹൈക്കോടതിയിൽ വെച്ച് മുൻകൂർ ജാമ്യം ലഭിക്കുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ ഒന്നാം പ്രതിക്ക് ഹൈക്കോടതിയിൽ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ അല്ല, ഇതൊക്കെ ശരിയാണ് ടി വി രാജേഷ് MLA, ശരിയാണ്. ജനുവരി 6-ാം തീയതി പക്ഷേ ഈ നടന്ന സംഭവത്തിൽ ഇന്നിപ്പോൾ ഏപ്രിൽ 6-ാം തീയതി ആകുമ്പോഴും പ്രതികളെ പിടിച്ചിട്ടില്ല. 2 പേർക്കേ മുൻകൂർ ജാമ്യമുള്ളൂ. നമുക്ക് ആ വിഷയം തർക്കിക്കാം. ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത് അതല്ല. ഇന്നലെ നടന്ന ദാരുണമായ സംഭവത്തിൽ എന്തുകൊണ്ടാണ് സർക്കാർ ഇപ്പോഴും ന്യായീകരണത്തിന്റെ പാതയിലേക്ക് പോകുന്നത്? ആ അമ്മ ഞാൻ മർദ്ദിക്കപ്പെട്ടു എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിട്ടും, എന്നെ ചവിട്ടി വീഴ്ത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും ഇന്നും മുഖ്യമന്ത്രി മർദ്ദനമുണ്ടായിട്ടില്ല എന്ന് ആവർത്തിക്കുന്നത് എന്തിനാണ്? ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ജിഷ്ണുവിന്റെ അമ്മയുടെ അഭിപ്രായ പ്രകടനത്തെ ഞാൻ ഏതെങ്കിലും തരത്തിൽ അതിനെതിരായിട്ടൊരു അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ അമ്മയുടെ വേദന, അവരുടെ പ്രയാസം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിലെ ഒരു അമ്മമാർക്ക് പോലും അത്തരം ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ ശക്തമായ നടപടിയാണ് ഇവിടെ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അത് പറയാൻ എനിക്ക് അവസരം തരണം. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൽ കുമാരി രജനീയ സ്ഥാനത്ത് ആത്മഹത്യ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 12 വർഷം മുമ്പ് അന്ന് കേരളത്തിലെ സർക്കാർ സ്വീകരിച്ച നിലപാട് എന്താണ്? അന്ന് ആ പെൺകുട്ടിയെ അപമാനിക്കുന്ന, അവരെ വ്യക്തിപരമായി ആ പെൺകുട്ടിയെ അവഹേളിക്കുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ അന്നത്തെ ഗവൺമെന്റ് സ്വീകരിച്ചത്. വിദ്യാർത്ഥികൾ ശക്തമായ പക്ഷവുമായി മുന്നോട്ടേക്ക് വന്നപ്പോൾ ഗവൺമെന്റ് നിലപാട് തിരുത്തേണ്ടി വന്നു. നിരവധി ദിവസം വിദ്യാർത്ഥികൾ തെരുവിൽ അന്നത്തെ സാഹചര്യവും ഇന്നത്തെ സാഹചര്യവും താങ്കൾ SFI സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ താങ്കൾ MLA ആയിരിക്കുന്ന സമയത്തെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ജിഷ്ണുവിനെ പ്രസവിച്ച വയറ്റിലാണ് ഇന്നലെ പോലീസ് ചവിട്ടിയത്. അതവർ പറയുന്നു. ആ പാടവർ DGPയെ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ടും ഇപ്പോഴും സർക്കാർ പറയുന്നത് അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നാണ്. കാര്യങ്ങൾ പറയാൻ അനുവാദം എന്താ ഇവിടെ നടപടികൾ സ്വീകരിച്ചു. അതൊക്കെ കൃഷ്ണദാസ് മാത്രമല്ല, ഇപ്പോഴും അദൃശ്യമായ പല കൃഷ്ണദാസ്മാരും ദ്രോഹിക്കുന്നുണ്ട്. കോർട്ടിനകത്തും അന്യായമായ അതുപോലെ തന്നെ പലതരത്തിലും ഇടിമുറികളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഒന്നായത് 1-2 കോളേജിൽ മാത്രമാണ് പുറത്തു വന്നത്. പല കോളേജിലും ഇത്തരത്തിലുള്ള അങ്ങേയറ്റം നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നടക്കുന്നത് ചെയ്ത് അതേസമയം തന്നെ ഈ സ്വാശ്രയ കോളേജിൽ ഇത്തരം സംഭവങ്ങൾ. ഒരു നിമിഷം ടി വി രാജേഷ്, താങ്കളുടെ ശബ്ദം മുറിഞ്ഞു പോകുന്നത് കൊണ്ട് ആ ടെലിഫോൺ കട്ട് ചെയ്ത് ഒന്നും കൂടി വിളിക്കാം. ദയവായി ക്ഷമിക്കൂ. ഷിഡീൻ കുര്യാക്കോസ്, സർക്കാർ ഇന്നും ന്യായീകരിക്കുകയാണ്. അവിടെ പുറത്തു നിന്ന് ചില ആളുകൾ എത്തി, അവരാണ് പ്രശ്നമുണ്ടാക്കിയത്. ജിഷ്ണു പ്രണോയിയുടെ ബന്ധുക്കളെയും മാതാപിതാക്കളെയും കാണാൻ DGPക്ക് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഇതിനിടെ വീണുപോയ അമ്മയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയായിരുന്നു പോലീസ്. ഇതാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതിന്റെ ആകെത്തുക. മുഖ്യമന്ത്രി അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. കാരണം തെറ്റ് ചെയ്യാത്തവർക്കെതിരെ എന്തിന് നടപടിയെടുക്കണം? സമാനമായ വിധത്തിലാണ് ഇന്ന് IG മനോജ് എബ്രഹാം റിപ്പോർട്ട് നൽകിയിരിക്കുന്നതും. നാളെ വേറെ റിപ്പോർട്ട് കൊടുക്കും. പക്ഷേ പോലീസിനെതിരെ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കണോ? ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം പോലീസിനെ 100% ന്യായീകരിച്ചുകൊണ്ട് ആണ് പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുന്നത്, മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനർത്ഥം ഇവിടെ ടി വി രാജേഷ് MLA പറഞ്ഞത് 100% തെറ്റാണ് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ അതേ ലൈനിൽ തന്നെയാണ് ടി വി രാജേഷ് MLAയും പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ SFIയുടെ പ്രസിഡന്റായിട്ടുള്ള വിജിനും ഒരുപക്ഷെ അത് തന്നെയായിരിക്കും പറയാൻ പോകുന്നത്. പക്ഷേ MA ബേബി അങ്ങനെയല്ല പറഞ്ഞത്, സഖാവ് VS അച്യുതാനന്ദൻ അങ്ങനെയല്ല പറഞ്ഞത്, കാനം രാജേന്ദ്രൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഈ വിഷയത്തിലുള്ള ഒരഭിപ്രായമുണ്ട്. അല്ലെങ്കിൽ ഇന്നലെ നടന്ന സംഭവ വികാസത്തോട് കേരളീയ സമൂഹം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതിനെ ആ വിധത്തിലാണ് ഞാൻ മുമ്പ് പറഞ്ഞ നേതാക്കന്മാർ, CPMന്റെ നേതാക്കന്മാരും CPയുടെ നേതാക്കന്മാരും ഒക്കെ തന്നെ കണ്ടിട്ടുള്ളത്. ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇവിടെ എന്തുകൊണ്ടാണ് പിണറായി വിജയന് മുഖ്യമന്ത്രിയെ പോലീസിനെ ന്യായീകരിക്കേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ ഈ കേസ് സമ്പൂർണ്ണമായി അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. ആർക്കും തർക്കം വേണ്ട. പോലീസിനെ വെച്ച് അട്ടിമറിക്കുകയായിരുന്നു. ആരട്ടിമറിച്ചു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ CPMന്റെ നേതൃത്വം അവിടെ കുറ്റക്കാരായി വരും. ഇവിടെ ടി വി രാജേഷ് പറഞ്ഞതെല്ലാം തെറ്റാണ്. എന്ന് വെച്ചാൽ ആദ്യം സാഹചര്യ തെളിവുകൾ തേച്ചു മാച്ചു കളഞ്ഞു പോലീസ്. ആദ്യം അവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിക്കപ്പെട്ടു. കോടതിയിൽ പിന്നീട് എന്താ പറയുക ഒത്തുകളിച്ചു DGP. അവിടെ മുൻകൂർ ജാമ്യം അവിടെ അനുവദിക്കുകയായിരുന്നു.
അതിനുശേഷം അവസാനം അറസ്റ്റ് ചെയ്തത് മഹിജ സമരപ്രഖ്യാപനം നടത്തിയപ്പോൾ മറ്റൊരു കേസിൽ അതിനു മുമ്പ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തപ്പെട്ടിട്ടില്ലായിരുന്നു. ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്. മഹിജ സമരം പ്രഖ്യാപിച്ചതിന് ശേഷം മറ്റൊരു കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഹൈക്കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാൻ സൗകര്യം അതുവഴി ലഭിക്കുകയായിരുന്നു. പോലീസിന്റെ അനാസ്ഥയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വന്നപ്പോൾ അങ്ങനെ എല്ലാ തലത്തിലും അട്ടിമറിക്കപ്പെട്ട ഒരു കേസ്. CPIM-ന്റെ ഉന്നത നേതാക്കന്മാർ, എന്താ ആ കുടുംബത്തിന്റെ പരാതി? എന്തിനാണ് മഹിജ തിരുവനന്തപുരത്തേക്ക് വന്നത്? ആ കുട്ടി ആത്മഹത്യ ചെയ്തതല്ല, മറിച്ച് വധിക്കപ്പെട്ടതാണ്, കൊല്ലപ്പെട്ടതാണ്, അവർ കൊലപാതകം ചെയ്തതാണ് എന്ന വലിയ പരാതിയിലേക്കുള്ള സാഹചര്യ തെളിവുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രക്തസാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ തന്നെ അതിന് വ്യക്തത വന്നിരിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ ആ കുടുംബത്തിന്റെ പരാതി വന്നപ്പോൾ DGP-യുടെ ഓഫീസിലേക്ക് അവർ സമരവുമായി പോയി. യഥാർത്ഥത്തിൽ അവർ സമരം ചെയ്യേണ്ടത് സെക്രട്ടേറിയറ്റ് മുമ്പിലാണ്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ അവർ DGP ഓഫീസിലേക്ക് പോയത്, അവരൊരു CPM കുടുംബമാണ്, ഒരു ഇടതുപക്ഷ ബാക്ക്ഗ്രൗണ്ടാണ് അവർക്കുള്ളത്. അപ്പോൾ DGP ഓഫീസിലേക്ക് അവർ സമരവുമായി പോയപ്പോൾ അവരെ എല്ലാ അർത്ഥത്തിലും അവിടെ അപമാനിച്ചു എന്ന് പറയുന്നതിനപ്പുറത്ത് ശാരീരികമായി ഉപദ്രവിച്ച ഒരു പോലീസ്, ആ പോലീസിനെ ന്യായീകരിക്കുന്ന ഗതികേടിലേക്ക് പിണറായി വിജയനും ഇടതുപക്ഷ നേതാക്കന്മാരും ഈ യുവജന നേതാക്കന്മാരും വിദ്യാർത്ഥി നേതാക്കന്മാരും ഒക്കെ അധപതിച്ചു എന്ന് പറയുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. ഇവിടെ ഇന്ന് എന്താ ഇതുപോലെ ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കപ്പെട്ട ഒരു ഹർത്താൽ കേരളത്തിൽ. നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും ഈ അമ്മയെയും മകനെയും മഴയത്ത് നിർത്തിയിരിക്കുന്നത്? ആ അമ്മ പറഞ്ഞു, പോലീസ് എന്റെ വയറ്റിൽ ചവിട്ടി, ആ ചവിട്ടിയ പാട് ഞാൻ DGP ലോക്നാഥ് ബെഹ്റ എന്നെ കാണാൻ വന്നപ്പോൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, IG മനോജ് എബ്രഹാമിനെയും കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഈ കുട്ടിയുടെ അമ്മാവൻ എന്റെ കഴുത്തിന് പിടിച്ച് തള്ളി, എനിക്ക് പരുക്കുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നിട്ടും ഇപ്പോഴും മുഖ്യമന്ത്രി യാതൊരു തരത്തിലുള്ള പോലീസ് നടപടിയും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ്. മഹിജയും ജിഷ്ണു പ്രണോയുടെ അമ്മാവൻ ശ്രീജിത്തും കള്ളം പറയുകയാണെന്ന് ഈ നിമിഷവും എന്തിനെ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു? ഇവിടെ ഞങ്ങൾ മഴയത്ത് നിർത്തുകയല്ല ചെയ്തത്, ആ കുടുംബത്തിന് കുട പിടിച്ചു കൊടുക്കുകയാണ് മഴയിൽ നിൽക്കുമ്പോൾ. അതാണ് SFI ചെയ്തത്. ഞാൻ അതിലേക്ക് വിശദമായി പോകുന്നില്ല, കാരണം 6-ാം തീയതി ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ്. അത് റിപ്പോർട്ടർ ചാനലിന് മാത്രം അവകാശപ്പെടുന്ന ഒരു കാര്യമാണ്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് റിപ്പോർട്ടർ ചാനൽ മാത്രമാണ് കേരളത്തിൽ ജനുവരി മാസം 6-ാം തീയതി നെഹ്റു കോളേജിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത പുറത്തു കൊടുക്കുന്നത്. അതിനുശേഷം 7-ാം തീയതി SFI സമരം തുടങ്ങുന്നു. ആ 7-ാം തീയതിയാണ് ഈ മഹിജ എന്ന് പറയുന്ന അമ്മയുടെ കണ്ണുനീർ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കണ്ടത്. ജിഷ്ണു പ്രണോയുടെ ശരീരത്തിന്റെ മുന്നിൽ പൊട്ടിക്കരയുന്ന ആ അമ്മയെ ഞങ്ങൾ കണ്ടത്. അന്നായിരുന്നു അവർ മഴയത്ത് നിൽക്കുന്നത്. ഞങ്ങളൊന്ന് കുട പിടിച്ചു. 9-ാം തീയതി പാമ്പാടി നെഹ്റു കോളേജിനകത്തേക്ക് SFI മാർച്ച് നടത്തി. ഞങ്ങൾ ആ കോളേജ് അടിച്ചു തകർത്തപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ വന്ന വാർത്ത എന്താ? ഒരു പ്രമുഖ കോളേജ് SFI അടിച്ചു തകർത്തു എന്നായിരുന്നു. പിന്നീടാണ് അത് പാമ്പാടി കോളേജാണ് എന്നും കൃഷ്ണദാസിന്റെ കോളേജാണ് എന്നും പറയേണ്ടതായി വന്നത്. അവിടെ നിന്നാണ് ജിഷ്ണുവിന്റെ കേസും സംഭവം എല്ലാം ആരംഭിക്കുന്നത്. ഇവിടെ കേരളത്തിലെ പോലീസുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയുമ്പോൾ തന്നെ ഞാൻ പറയാം, ഇന്നലെ ഞങ്ങൾ പറഞ്ഞു പോലീസ് സംയമനം പാലിക്കണമായിരുന്നു. ഞങ്ങൾ ആ അമ്മക്കൊപ്പം തന്നെയാണ്. ജിഷ്ണുവിന്റെ നീതിക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യം തന്നെയാണ് SFI മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇവിടെ കേരളത്തിലെ പോലീസ് സംവിധാനവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം പരിശോധിക്കണം. ആത്മഹത്യ എന്ന് പറഞ്ഞ് തള്ളേണ്ട ഒരു കേസിൽ നിന്നാണ് ഇവിടെ കൊലപാതക ശ്രമം വരെ നടന്നു എന്നതിൽ ഇന്ന് ആ കേസ് നിൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിൽ അതിന്റെ ക്രെഡിറ്റ് പോലീസിനാണോ? എന്തൊക്കെ ആക്ഷേപങ്ങൾ ഈ കേസിന്റെ അന്വേഷണത്തെ കുറിച്ച് ജിഷ്ണുവിന്റെ ബന്ധുക്കൾ ഉന്നയിച്ചു? തന്റെ മകന്റെ മരണം ഇങ്ങനെ ഒരു ആത്മഹത്യയായി പോകരുതെന്ന ഒരു അമ്മയുടെയും കുടുംബത്തിന്റെയും നിർബന്ധ ബുദ്ധി ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേസ് ഇപ്പോൾ എവിടെ എത്തുമായിരുന്നു? 6-ാം തീയതി മരണം നടന്നിട്ട് തൊട്ടടുത്ത മാസം ഫെബ്രുവരിയിൽ 13-ാം തീയതിയല്ലേ ഇക്കാര്യത്തിൽ ഇപ്പോഴത്തെ പ്രതികളെ ചേർത്ത് ഒരു കേസ് എടുത്തിട്ടുള്ളത്? അതിന് ഈ കുടുംബത്തിന്റെ എത്ര വലിയ സമ്മർദ്ദം വേണ്ടി വന്നു? തുടർന്ന് ഓരോ ഘട്ടങ്ങളിലും ഞങ്ങൾ സമരം ചെയ്യുകയാണെന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു, മാധ്യമങ്ങളെ കാണേണ്ടി വന്നു, എല്ലാ വാതിലുകളും മുട്ടേണ്ടി വന്നു. ഈ കുടുംബത്തിന്, ഈ അമ്മയ്ക്ക് ഒരമ്മയുടെ പോരാട്ടത്തിന്റെ മാത്രം ഫലമാണ് ഇന്ന് അതൊരു ആത്മഹത്യാ പ്രേരണ കേസെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതല്ലാതെ ആർക്കും ഒരു അവകാശവാദവും ഇല്ലതിൽ. അവിടെ ഞാൻ അവകാശവാദത്തിന് വേണ്ടി പറഞ്ഞതല്ല, ഞങ്ങൾ നടത്തിയ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഈ വിഷയത്തിൽ ഞങ്ങൾ നടത്തിയ ഇടപെടൽ ജിഷ്ണുവിന്റെ കുടുംബം, അമ്മാവനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ, ആരും പറയില്ല. ഞാനിവിടെ ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി SFI എന്തൊക്കെയോ ചെയ്തു, അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് വേണം എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്. ഞാനിവിടെ പറഞ്ഞത് ജിഷ്ണു പ്രണോയുടെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട്, മരണവുമായി ബന്ധപ്പെട്ട്
ആദ്യഘട്ടം മുതൽ ആരും ഏറ്റെടുക്കാതിരുന്ന ആ ഘട്ടം മുതൽ ഇവിടെ ഇതൊരു ആത്മഹത്യ ഉണ്ടാകില്ല എന്ന് ആ അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചാണ് പറഞ്ഞത്. ഞാൻ ആ ശരീരം കെട്ടിപ്പിടിച്ചപ്പോൾ, എൻ്റെ മകൻ്റെ ശരീരം കെട്ടിപ്പിടിച്ച സമയത്ത് അവൻ്റെ മുഖത്ത് അടികൊണ്ട പാടുകൾ ഉണ്ടായിരുന്നു എന്ന് ആ അമ്മ പറഞ്ഞതിൽ നിന്നാണ് ഞങ്ങൾ സമരം ആരംഭിച്ചത്. ഞങ്ങൾക്ക് ക്രെഡിറ്റ് ആവശ്യമില്ല, ഞങ്ങൾ ക്രെഡിറ്റിന് വേണ്ടിയിട്ടുമല്ല പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ഉണ്ടായിരുന്നു ആ കുടുംബത്തോടൊപ്പം എല്ലാ ഘട്ടത്തിലും. ഞങ്ങൾ ഉണ്ടായില്ല എന്ന് ആ കുടുംബം പറയട്ടെ. ആ കുടുംബത്തിൽ ആര് വേണമെങ്കിലും ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവസാന ഘട്ടം വരെ ഉണ്ടായിരുന്നു. വിജിൻ, നിങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല പറഞ്ഞതും. പക്ഷേ പോലീസിന് കേസെടുത്ത് ഈ നില വരെ പോകേണ്ടി വന്നത് ആ കുടുംബത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത, സന്ധിയില്ലാത്ത പോരാട്ടം കൊണ്ടാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. SFIയെ ഡിസ്ക്രെഡിറ്റ് ചെയ്തതല്ല. ഞാൻ മടങ്ങിയെത്താം. ശ്രീ ജേക്കബ് ജോർജ്, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് താങ്കൾ അത്ഭുതത്തോടു കൂടിയാണോ കാണുന്നത്? ഇത്ര ജനരോഷമുണ്ടാക്കിയ ഒരു സംഭവം നടന്നു, അത് കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു സമീപകാലത്തൊന്നും ഒരു ഹർത്താലിന് ഇങ്ങനെ ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് പിന്തുണ നൽകി കാണില്ല. അത്ര വലിയ രോഷം ഈ സംസ്ഥാനത്തുണ്ടായിട്ടും ഇന്നലെ ന്യായീകരിച്ച മുഖ്യമന്ത്രി ഇന്നും ന്യായീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് താങ്കൾക്ക് തോന്നുന്നു? അദ്ദേഹം ചെയ്യുന്നത് ശരിയാണോ? കഴിഞ്ഞ ദിവസം ഇന്നലെ ആ മഹിജ എന്ന അമ്മയോട്, മകൻ നഷ്ടപ്പെട്ട അമ്മയോട് പെരുമാറിയത് യാതൊരു സംശയവുമില്ല. ഇപ്പൊ നമ്മൾ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അവിടുത്തെ സമരത്തിന് നേതൃത്വം കൊടുത്തത് SFI ആണ്. SFI തന്നെയാണ് ആ സമരം വിജയിപ്പിച്ചത്. അതിലും എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ കോളേജൊക്കെ അടിച്ചു തകർക്കുക, പഠിച്ച കോളേജൊക്കെ അടിച്ചു തകർക്കുക എന്നൊക്കെ പറഞ്ഞാൽ സ്വകാര്യ മാനേജ്മെന്റ് ആണെങ്കിൽ പോലും അതൊരു സമൂഹത്തിന്റെ സ്വത്തല്ലേ? അതൊക്കെ അടിച്ചു തകർക്കാമോ? അതൊക്കെ പോട്ടെ. ആ ഒരു വികാരപരമായ വേലിയേറ്റത്തിൽ KSUക്കാരാണെങ്കിലും SFIക്കാരാണെങ്കിലും അതൊക്കെ ചെയ്യും. എന്നാലും അതിനെ ന്യായീകരിക്കാൻ ഏതായാലും ഞാനിപ്പം തയ്യാറല്ലേ, തെറ്റാണെന്ന് പറയാൻ ഒരു വാക്ക്, അത്രയേ ഉള്ളൂ. പക്ഷേ ഇന്നലെ SFI നേടിയ നേട്ടം, കഴിഞ്ഞ കുറേ മാസം കൊണ്ട് SFI ആ കോളേജിൽ, നെഹ്റു കോളേജിൽ നേടിയ നേട്ടം മുഴുക്കി ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് പോലീസ് തകർത്തില്ലേ? ഒരൊറ്റ മിനിറ്റ് കൊണ്ട് പോലീസ് എല്ലാം തകർത്തില്ലേ? അതാണ് ഇന്ന് നമ്മൾ രണ്ടാം ദിവസമായി ഇന്നും ചർച്ച ചെയ്യാനുള്ള കാരണം. ഇന്നലെ പോലീസ് നടത്തിയ നിരുത്തരവാദപരമായ ഇടപെടൽ തന്നെയാണ്, യാതൊരു സംശയമില്ല. എന്ത് ലളിതമായി എന്ത് മനോഹരമായിട്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ് ഒരു കാര്യവുമില്ലാതെ ഇത്രയും വഷളാക്കിയത്. തീർച്ചയായിട്ടും മറ്റുള്ള ഇടപെടലൊക്കെ ഉണ്ടാവും, യാതൊരു സംശയമില്ല. ആ മഹിജ എന്ന സ്ത്രീ, അഭിലാഷൊക്കെ പറഞ്ഞത് ശരിയാണ്, ആ സ്ത്രീയുടെ ഒരു ചെറുത്തുനിൽപ്പ്, കുറേ എത്രയോ ദിവസമായി മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന, ആ വേദന ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ ഒരു സമൂഹത്തെ മുഴുക്കുകയും അവരിലേക്ക് കേന്ദ്രീകരിക്കാനും ഗവൺമെന്റിനെ കൊണ്ട് ആ കേസിൽ കൂടെ ശുഷ്കാന്തി കാണിക്കാനും കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ശരി, പോലീസിന്റെ നടപടിയിൽ അപാകതയുണ്ട്. അവർ വേണ്ടവണ്ണം ജാഗ്രതയോടെ പെരുമാറിയില്ല. രഹസ്യാന്വേഷണം, ശരിക്കും പറഞ്ഞാൽ ഇന്റലിജൻസ് ഒക്കെ വളരെ ശക്തമായിട്ട് ഇടപെടണം. ഈ മഹിജ എന്ന വീട്ടമ്മ പഴയ CPM-കാരിയാണ്. ഇപ്പോഴും ഇടതുപക്ഷം CPM-കാരാണ് ആ കുടുംബവും ആ ഭാഗവും ഒക്കെയും. ഇത് അവരൊക്കെ ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലൊരു സെൻസിറ്റീവ് സംഭവമാണ് നടക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി കാണാനുള്ള കഴിവ് പോലും പോലീസിനുണ്ടായില്ല. എന്തൊക്കെ പറഞ്ഞാലും വിമർശിക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ അങ്ങനെയൊക്കെ മടങ്ങിയെത്താം ശ്രീ ജേക്കബ് ജോർജ്. ശ്രീ NP ചെക്കുട്ടി, CPIM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായ ME ബേബിക്ക് പോലീസ് ചെയ്തത് പരാക്രമമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാനം രാജേന്ദ്രന് സംശയമില്ല. കേരളത്തിലെ പൊതുസമൂഹത്തിന് സംശയമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോഴും പോലീസ് അവിടെ വീണുപോയ സ്ത്രീയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയായിരുന്നു എന്ന വിശ്വാസത്തിലാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന നിലപാട്, മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് ഈ വിഷയത്തിലെ രോഷത്തെ പരിഗണിക്കുന്ന, അതിനെ ഉൾക്കൊള്ളുന്ന ഒന്നാണോ? അല്ല, തീർച്ചയായും അല്ല. മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ജനകീയമായിട്ടുള്ള ഒരു ഫീലിങ്ങിനെ ഒട്ടും പരിഗണിക്കാതെയാണ് ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. കാരണം ആ പരാക്രമത്തിന് ഇരയായിട്ടുള്ള സ്ത്രീ തന്നെ പറയുന്നു, എനിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, എൻ്റെ മേൽ പോലീസിൻ്റെ ബൂട്ട് വീണിട്ടുണ്ട്, അവർ എൻ്റെ നേരെ അതിക്രമം കാണിച്ചിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനല്ലേ ഒരു ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ജനകീയനാണെന്ന് പറയുന്നൊരു മുഖ്യമന്ത്രി അതിനല്ലേ വില കൊടുക്കേണ്ടത്? മാത്രമല്ല, ഇന്നലെ DGP-യും ഇന്ന് IG കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിലും ചില പെശകൾ ഉണ്ടായിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അപ്പോൾ എന്താണ് ഈ സംഭവിച്ചതിനെ കുറിച്ച് കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രം പോരെ പോലീസിനെ വെള്ളപൂശുന്ന ഈ പരിപാടി? എന്തിനു വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ഈ പോലീസിനെ ഇത്ര അനാവശ്യമായിട്ട് വെള്ളപൂശുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറയുന്നു എന്ത്
ധാർഷ്ട്യമാണ് കേരള പോലീസ് നടപ്പിലാക്കിയത് എന്ന് ബേബിയോട് ചോദിക്കണമെന്ന്. ബേബിയോട് ചോദിക്കേണ്ട, കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഴുവൻ ജനങ്ങളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഒന്നാമത്തെ കാര്യം, ഇതൊരു ജനാധിപത്യ സമൂഹമാണ്. പോലീസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ജനങ്ങളുടെ നേരെ പിന്നെ കടിച്ചു കീറുന്ന ഒരു പോലീസായിട്ടല്ല നമ്മൾ അവരെ കാണുന്നത്. ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് ജനങ്ങളുടെ ഇച്ഛകൾക്കനുസരിച്ച്, ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്, ജനകീയമായിട്ട് താല്പര്യങ്ങളനുസരിച്ച് പെരുമാറാൻ പോലീസ് ബാധ്യസ്ഥമാണ്. ഇവിടെ എന്താ സംഭവം? ഒരു കൊലപാതകത്തിനകത്ത് ജനങ്ങൾക്കുള്ള, കുടുംബത്തിനുള്ള പരാതി, അവർക്കുള്ള പ്രതിഷേധം പറയാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പറയുന്ന ആളെ തടയുക, പോലീസ് സ്റ്റേഷനിൽ കയറി പോകാൻ പറ്റില്ല, എവിടുത്തെ ന്യായമാണ്? പോലീസ് സ്റ്റേഷനിൽ ജനങ്ങൾ കയറാൻ പാടില്ല, അതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്തെ നയങ്ങളല്ലേ? അപ്പോൾ പോലീസ് സ്റ്റേഷന് മുമ്പിൽ അവർ കയറുന്ന സമയത്ത് അവരെ ആക്രമിക്കുകയും ചെയ്യാൻ എന്ത് അവകാശമാണ് ഈ പോലീസിനുള്ളത്? ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജനാധിപത്യ സമൂഹത്തിന്റെ 21ാം നൂറ്റാണ്ടിലെ കേരളത്തിന്റെ മനസ്സിന് മനസ്സിലാക്കിക്കൊണ്ടുള്ള നിലപാടല്ല മുഖ്യമന്ത്രി എടുത്തത്. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ നിലപാടേ അല്ല എടുക്കുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പരമ്പരാഗതമായ രീതികൾ എങ്ങനെയോ ഒന്നും ആയിരുന്നില്ല. പോലീസിനെ ഇങ്ങനെ വെള്ളപൂശേണ്ട കാര്യം മുഖ്യമന്ത്രിക്കില്ല. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹം ചെയ്യുന്നു, അത് വളരെ വളരെ തെറ്റായിട്ടുള്ള, വളരെ വളരെ ആപൽക്കരമായ ഒരു പ്രവണതയാണ് അദ്ദേഹം കാണിക്കുന്നത്. തെറ്റ് തന്നെയാണത്. ശരി, ശ്രീ ടി.വി. രാജേഷ് MLA, ഇന്നലെ നടന്ന സംഭവത്തിലേക്ക് വരൂ. ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് ആ കുടുംബം വിശദീകരിച്ചിട്ട് ഇപ്പോഴും അതിൽ ഒരു ഗൂഢാലോചന സിദ്ധാന്തം ആരോപിച്ച് ആ അമ്മയുടെയും കുടുംബത്തെയും പോരാട്ടത്തെ മോശമാക്കുന്നത് എന്തിനാണ്? ഇന്നും മുഖ്യമന്ത്രി ഷാജഹാനെക്കുറിച്ചും തോക്കുസ്വാമിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. തോക്കുസ്വാമി എന്ന് വിശേഷിപ്പിക്കുന്ന ആൾ ഞങ്ങൾക്കറിയുന്ന ആളല്ല. അയാൾ DGPയുമായി ഭീകരവാദവും ഇന്ത്യയും എന്ന വിഷയം ചർച്ച ചെയ്യാൻ വന്നതാണ് എന്ന് ആ കുടുംബം പറയുന്നു. അവർക്കറിയില്ല. ഷാജഹാൻ അവിടെ നടക്കുന്ന ഒരു സമരം കണ്ട് ഓട്ടോറിക്ഷയിൽ വരുന്ന വേളയിൽ ഇറങ്ങി വന്ന് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കി അപ്പോൾ അകത്തായ ആളാണ്. ഈ കുടുംബത്തിന് അവരാരുമായും ബന്ധമില്ല. ഈ കുടുംബം അവിടെ ചെന്നിട്ട് രക്തബന്ധമുള്ളവരെ മാത്രം കടത്തിവിട്ടാൽ മതി, ഇതാണ് ടിക്കറ്റ്, ഞങ്ങൾ വടകരയിൽ നിന്ന് വന്നവരാണ്, വടകരയിൽ നിന്ന് വന്നവരെ മാത്രം കടത്തിവിടൂ എന്ന് എത്രയോ ആവർത്തി പറയുന്നത് കേരളം മുഴുവൻ കേട്ടതാണ്. അതിന് വീഡിയോ തെളിവുകളുണ്ട്. എന്നിട്ടും ഇപ്പോഴും ഗൂഢാലോചന സിദ്ധാന്തം ആരോപിച്ച് ഈ അമ്മയെയും അവരുടെ സമരത്തെയും അപകീർത്തിപ്പെടുത്തുന്നത് എന്തിനാണ്? അഭിലാഷ്, എനിക്ക് കുറച്ച് സമയം തരണം. നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങളിൽ എനിക്ക് പ്രതികരിക്കാൻ. ഒന്ന്, നേരത്തെ ഇവിടെ പറഞ്ഞ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. രണ്ടാമത്തെ വിഷയം, ആ കുടുംബം ഈ കാര്യത്തിൽ എടുക്കുന്ന താല്പര്യം തീർച്ചയായിട്ടും അതിനാ നിലയിൽ ഞങ്ങൾ കാണും. പക്ഷേ ഇവിടെ ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം ആ കുടുംബത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി സംഭവിച്ചതാണ് എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. ഒന്ന്, ഈ കാര്യത്തിൽ ഈ സംഭവം ആത്മഹത്യയല്ല, കൊലപാതകമാണ്, അല്ലെങ്കിൽ ആ കുട്ടിയെ ആത്മഹത്യയിലേക്ക് ബോധപൂർവ്വം തള്ളിവിടുകയായിരുന്നു എന്ന സാഹചര്യം വന്ന ഘട്ടത്തിൽ തന്നെ ഗവൺമെന്റ് ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് പരാതി വന്നപ്പോൾ അദ്ദേഹത്തെ മാറ്റി ഇരിങ്ങാലക്കുട ASP അവിടെ നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ FIR ഇട്ടപ്പോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടാണ് FIR ഇട്ടത്. സംശയമുള്ളവർക്ക് വായിച്ചു നോക്കാം. അതോടൊപ്പം നമുക്കറിയാലോ, അപ്പീൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു, സുപ്രീം കോടതി പോയില്ലേ? ഹൈക്കോടതി അത്തരമൊരു നിലപാടൊക്കെ ദൗർഭാഗ്യകരമാണ്. സുപ്രീം കോടതി അതേ നിലപാട് അപ്പോൾ ചെയ്തിട്ടുള്ളത്. മറ്റൊരു വിഷയം, ഇവിടെ ഈ വിഷയം എടുത്തുകൊടുന്നത് SFI അല്ലേ? ഇവിടെ ഗവൺമെന്റ് എന്താ ചെയ്തത്? എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്? സ്വാശ്രയ കോളേജുകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരത്തിലുള്ള അങ്ങേയറ്റം ആശ്വാസമല്ലാത്ത പ്രവണതകൾ പിന്നെ വന്നത് സ്വാശ്രയ കോളേജുകളുടെ ഭാഗമാണ്. ഇത് നമ്മളെ തടയണം. ഇപ്പൊ ഗവൺമെന്റ് എന്താ ചെയ്തത്? കേരളത്തിൽ ഇനി ഒരു ജിഷ്ണുവിനും ഈ ദുരന്തം ഉണ്ടാകാൻ പാടില്ല. ഒരമ്മയ്ക്കും മകൻ നഷ്ടപ്പെടാൻ പാടില്ല. ഒരമ്മയുടെയും കണ്ണുനീർ ഇവിടെ വീഴാൻ പാടില്ല. അതിന് ഗവൺമെന്റ് ചെയ്ത് ഒരേ സമയം പോലീസ് അന്വേഷണം ശക്തിപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, അതോടൊപ്പം വൈസ് ചാൻസലർമാരുടെ കമ്മിറ്റി വെച്ചു. കോട്ടയം NG സർവകലാശാല വൈസ് ചാൻസലറുടെ കമ്മിറ്റി, ഈ ഇന്റേണൽ അസസ്മെന്റിനെ സംബന്ധിച്ച് പഠിക്കാനുള്ള കമ്മിറ്റി, അതോടൊപ്പം ജസ്റ്റിസ് ദിനേശ്, ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജഡ്ജായിട്ടുള്ള ജസ്റ്റിസ് ദിനേശിന്റെ നേതൃത്വത്തിൽ 3 കമ്മിറ്റി. അതിനകത്ത് അതിന്റെ ദിനേശനുണ്ട്, ഒരു വൈസ് ചാൻസലർമാരുണ്ട്, വിദ്യാഭ്യാസ വിശേഷന്മാരായ വിദ്യാഭ്യാസ രംഗത്ത് പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ച അനുഭവ സമ്പത്തുള്ള ആളുകളായിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ പരിശോധന എന്താണ്? കേരളത്തിലെ സ്വാശ്രയ കോളേജിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു റെഗുലേഷൻ വരണം. ആ റെഗുലേഷനിലേക്ക്, ഒരു നിയമനിർമ്മാണത്തിലേക്ക് വഴിയൊരുക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇത്തരം ഒരു കമ്മിറ്റി നിയോഗിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ സാരമായി കാണാൻ വേണ്ടി പാടില്ല. അവർ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത്തരം സംഭവം ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ നേരത്തെ കോൺഗ്രസ് എന്ന് പ്രതിനിധി പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് ഈ 10 വർഷക്കാലം കേന്ദ്രം ഭരിച്ച ഘട്ടത്തിൽ ഒരു നിയമം കൊണ്ടുവന്നു. ഇപ്പൊ സുപ്രീം കോടതി വിധി എന്താണ്? ആർട്ടിക്കിൾ 19G പ്രകാരം ഇതൊരു ട്രേഡാണ് വിദ്യാഭ്യാസം. ശ്രീ ടി.വി. രാജേഷ്, താങ്കൾക്ക് ദീർഘമായി പറയാൻ ഞാൻ അവസരം തന്നു. പക്ഷേ എന്നിട്ടും ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. എന്തിനാണ് ഈ കുടുംബത്തിന്റെ സമരത്തെ അപകീർത്തിപ്പെടുത്തുന്നത്? നിങ്ങൾ
മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നലെ അവിടെ ഉണ്ടായ സംഭവം എന്താണ്? ഞാൻ ആ അമ്മയുടെ വികാരത്തെ വിലമതിക്കുന്നു. ആ അമ്മയ്ക്കൊപ്പമാണ്. ജിഷ്ണുവിന്റെ മരണത്തിന് തള്ളിവിട്ടവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ അതിൽ ഏതറ്റം വരും ആ കുടുംബത്തിന്റെ പോരാട്ടത്തിന് പിന്നിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും, ഒരു സംശയമില്ല. പക്ഷെ ഇന്നൊരു സംഭവം എന്താ? ഇതിനകത്ത് മുതലെടുക്കാൻ ചില ശക്തിയെ ശ്രമിച്ചില്ലേ? നിങ്ങൾ DGP അനുവാദം കൊടുത്തു, DGP അതിന് അവസരം കൊടുത്തു. 6 പേർക്ക് അവസരം കൊടുത്തപ്പോൾ 16 പേര് പറയണമെന്ന് പറയും, അനുവാദം കൊടുക്കണമെന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, നിവേദക സംഘമാണെങ്കിൽ DGPയുടെ മുന്നിൽ കാര്യം അവതരിപ്പിക്കാനാണെങ്കിൽ ഞാൻ അമ്മയുടെയോ കുടുംബത്തിന്റെയോ വികാരത്തെ ഒരിക്കലും കുറച്ചു കാണുന്നില്ല. അവർ പറഞ്ഞു രക്ഷകർത്താക്കൾ, അടുത്ത ബന്ധുക്കൾ 6 പേർക്ക് വരാം. പക്ഷെ ആ സംഘത്തിൽ ആരൊക്കെ ഉണ്ടായി? നിങ്ങളൊന്ന് ജസ്റ്റ് ഞാൻ പറയുന്നു, ആ ഒരു സീൻ നിങ്ങളൊന്ന് ആ സീൻ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക്. ആ സീൻ നിങ്ങൾ സ്ക്രീൻ ചെയ്ത് നോക്ക്. അതിൽ ആരൊക്കെയാണ്? അവരവിടെ വന്നത് എന്തുദ്ദേശത്തിനാണ്? യഥാർത്ഥത്തിൽ ഈ കുടുംബത്തിന്റെ വികാരത്തെ ഉപയോഗപ്പെടുത്തി ചില മുതലെടുപ്പ് നടത്താൻ ചില ശക്തികൾ ശ്രമിച്ചു. നമ്മളിങ്ങനെ കാണാതിരുന്നുകൂടാ. അല്ല, എവിടെ ടി വി രാജേഷ്, ഞാൻ ആ ദൃശ്യത്തിൽ ഈ പറയുന്ന ആളുകളെ കണ്ടില്ല. ഞാൻ കാണാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ടെലിവിഷൻ ചാനലുകൾ സംപ്രേഷണം ചെയ്ത ദൃശ്യത്തിൽ നിങ്ങൾ പറയുന്ന തോക്കുസ്വാമിയുമില്ല, ഷാജഹാനുമില്ല. DGPയുടെ ഓഫീസിൽ അവരുടേതായ കാര്യത്തിന് വന്നു എങ്കിൽ എങ്ങനെ ഈ കുടുംബവും അവരുടെ സമരവും അതിൽ കുറ്റക്കാരാകും? അവരുടെ ആവശ്യത്തിനാണ് വന്നത്. ഈ കുട്ടിയുടെ അമ്മാവൻ ശ്രീജിത്ത് രക്തബന്ധമുള്ളവരെ മാത്രം കടത്തിവിട്ടാൽ മതി, ഞങ്ങൾ ജിഷ്ണുവിൻ്റെ ചോരയാണ്, ജിഷ്ണുവിൻ്റെ ചോരയായ ആളുകളെ മാത്രം കടത്തിവിട്ടാൽ മതി എന്ന് ആ ACPയോട് 10 മിനിറ്റിലേറെ തർക്കിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ. അപ്പോൾ പിന്നെയും നിങ്ങൾ ഗൂഢാലോചന ആരോപിക്കുകയാണ്. സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? 6 പേരെ DGP അവിടെ വെയിറ്റ് ചെയ്തു. 6 പേര് വരണമെന്ന് പറഞ്ഞു. അവരുടെ ബന്ധുക്കൾ ആരെയും ഒഴിവാക്കിയിട്ടില്ലല്ലോ. മറിച്ച് 14 പേർ. എന്തിനാണ് അങ്ങനെ ഒരു വാശി? അല്ല, 6 പേർ മാത്രമല്ല ബന്ധുക്കൾ. അവർ വന്ന സംഘത്തിൽ 14 പേരുണ്ട്, 16 പേരുണ്ട്. ഈ 16 പേരിൽ ഈ ഷാജഹാനും തോക്കുസ്വാമിയും ഒന്നും ഉൾപ്പെടുന്നില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇൻഡസ്ട്രി അഭിലാഷ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, യാദൃച്ഛ്യമായി ഓട്ടോറിക്ഷയിൽ പോകുന്ന ഷാജഹാൻ അവിടെ എത്തി, തോക്കുസ്വാമി അവിടെ വന്നു, മറ്റു ചിലർ വന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി. അല്ല, തോക്കുസ്വാമിക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്തത് ആരാണ്? തോക്കുസ്വാമിക്ക് DGP അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രേ. ഇന്ത്യയുടെ സൈബർ സുരക്ഷയെയും തീവ്രവാദത്തെയും ഒക്കെ കുറിച്ച് DGP ലോക്നാഥ് ബെഹ്റ എന്തിനാണ് തോക്കുസ്വാമിയുമായി ചർച്ച നടത്തുന്നത്? അങ്ങനെയാണ് ആ കുടുംബം പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എന്തിനാണ് ആ അമ്മയുടെയും ആ മകൻ നഷ്ടപ്പെട്ട അമ്മയുടെയും അച്ഛന്റെയും കുടുംബാംഗങ്ങളുടെയും വേദന പൂർണ്ണമായും മനസ്സിലാക്കുന്നു. പക്ഷെ അവിടെ ഉണ്ടായ സംഭവം എന്താണ്? യഥാർത്ഥത്തിൽ ഈ 16 പേർ എന്ന് എന്തിനാണ് വാശി പിടി? നമുക്കറിയാൻ ഒരു രീതി ഉണ്ടല്ലോ. അപ്പോ നിവേദന സംഘത്തെ വിടാതിരുന്നിട്ടില്ല. മറിച്ച് അവിടെ എന്തായാലും 16 പേരിലും ഞങ്ങൾ പോയില്ല നിലപാട് ചിലരവിടെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. നമുക്കറിയാം ഏതിനും ചില രീതികളുണ്ട്. അപ്പൊ ഇവിടെ ഒരു തരത്തിലും പോലീസ് ആ ഘട്ടത്തിൽ അത്ര ഒരു തീരുമാനം എടുത്തില്ല. പിന്നീട് ഉണ്ടായ സംഭവങ്ങൾ ഞാനത് പറഞ്ഞു. ഒരിക്കലും ആ അമ്മ പറഞ്ഞതിനെ ഞാൻ കുറച്ച് കാണുന്നില്ല. അങ്ങനെയല്ല ടി വി രാജേഷ്, ഇതിപ്പോൾ ആദ്യമായി ഇവർ ആരെങ്കിലും കാണാൻ പോകുന്നതാണെങ്കിൽ ഓക്കെ. ഇത് അങ്ങനെയല്ല. 27-ാം തീയതി ഇവർ DGPയെ കണ്ടിട്ടുണ്ട്, ഈ ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. നോക്കൂ, താങ്കൾ തന്നെ പറഞ്ഞുവല്ലോ, ഓരോരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞുവല്ലോ. എങ്ങനെയാണ് കിരൺ നാരായണനെ ഈ കേസ് ഏൽപ്പിക്കുന്നത്? അതുവരെയുള്ള അന്വേഷണം പോരാ 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 എന്ന ഈ ബന്ധുക്കളുടെ ആവർത്തിച്ചുള്ള പരിദേവനങ്ങൾക്കൊടുവിലാണ് കിരൺ നാരായണനെ ഏൽപ്പിക്കുന്നത്. ശരി, പിന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചുവല്ലോ. എങ്ങനെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചത്? DGP ഈ കേസ് കുളമാക്കിയതുകൊണ്ട്, ഈ കേസിൽ അവർക്ക് വിശ്വാസമില്ല എന്ന് ഈ ബന്ധുക്കൾ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2 ആഴ്ചക്കുള്ളിൽ പ്രതികളെ പിടിക്കാൻ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചുവല്ലോ. എങ്ങനെയാണ് രൂപീകരിക്കുന്നത്? ഇതുവരെ രൂപീകരിച്ചിരുന്നല്ലോ. ഈ അമ്മ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുൻപിൽ പോയി ഇങ്ങനെ തളർന്നു വീഴേണ്ടി വന്നു. അതിനും അല്ല, അതെന്തെങ്കിലും സംഭവിക്കും. അവരുടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ വിഷയം കേരളത്തിൽ ഏറ്റവും സജീവ ചർച്ചാ വിഷയമാക്കിയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ പങ്ക് നിങ്ങൾ കുറച്ച് കാണരുത്. നമ്മൾ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഈ വിഷയം, SFI ആണ് ഈ വിഷയം കൊണ്ടുവരുന്നത്. അന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആ കോളേജിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം ഞാൻ കേൾക്കേണ്ട എന്താ പറഞ്ഞത്? കേരളത്തിലെ ഒരു കോളേജിലും ഒരു ഇടിമുറിയും ഞങ്ങൾ അനുവദിക്കില്ല. അല്ല, SFIക്ക് അങ്ങനെ ഒരു നിലപാടുണ്ട് ശ്രീ ടി വി രാജേഷ്. SFI അക്കാര്യത്തിൽ അവരുടെ നിലപാടിൽ വെള്ളം ചേർത്തു എന്ന ആക്ഷേപമില്ല. സർക്കാരിനെ കുറിച്ചാണ് ആക്ഷേപിക്കുന്നത്. സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചാണ്, സർക്കാരിന്റെ വീഴ്ചകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. SFIക്ക് വീഴ്ച സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല ഈ ചർച്ച. ഞാൻ മടങ്ങിയെത്താം. ശ്രീ ഡീൻ കുര്യാക്കോസ്, സർക്കാർ ഇക്കാര്യത്തിൽ എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണദാസനെ അറസ്റ്റ് ചെയ്യാൻ പറ്റി. ഈ കേസിൽ അദ്ദേഹം മുൻകൂർ ജാമ്യം നേടി, താങ്കൾക്ക് അറിയാവുന്നതുപോലെ. അപ്പോൾ വേറൊരു സ്റ്റുഡൻറ്റിൻ്റെ പരാതിയിൽ വളരെ സത്വരമായി ഇടപെട്ട് കൃഷ്ണദാസിനെ ഒരു ദിവസം എന്നുള്ള നിലയിൽ അറസ്റ്റ് ചെയ്തു. അതിന് എത്ര രൂക്ഷമായ പരാമർശം സർക്കാർ ഹൈക്കോടതിയിൽ നിന്ന് കേട്ടു എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ
ഇവിടെ എന്ത് വില കൊടുത്തും കൃഷ്ണദാസിനെ അകത്തിടാം എന്നുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നിരിക്കെ സർക്കാരിന് ഈ വിഷയത്തിൽ ഇവരോട് എന്തോ താല്പര്യമുണ്ടെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അഭിലാഷ്, എനിക്ക് ഒരു അല്പം സമയം തരണം. കാരണം TV രാജേഷും M വിജിനും ഒരേ സംഘടനയുടെ എന്ന് വെച്ചാൽ SFIയുടെയും വേണമെങ്കിൽ TV രാജേഷ് അടുത്ത കാലത്താണ് DYFIയിൽ നിന്ന് ഒഴിവായത്. രണ്ടുപേരെയും ഒരേ സംഘടനയിൽ നിന്ന് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് രണ്ടുപേരുടെയും പരാമർശങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് സമയം അനുവദിച്ചേ മതിയാവൂ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ DYFIയുടെയും SFIയുടെയും അവസ്ഥ കണ്ടിട്ട് ഒരേ സമയം സഹതാപവും ലജ്ജയും തോന്നുകയാണ്. കാരണം വിജിൻ പറയുന്നു അദ്ദേഹം മഹിജയോടൊപ്പമാണ്, ആ കുടുംബത്തോടൊപ്പമാണ് സമരം ചെയ്ത്. ഞാൻ നിഷേധിക്കുന്നില്ല സമരം ചെയ്തത്. പക്ഷേ സമരം ചെയ്തതിന്റെ കുത്തക നിങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിൽ സ്വാശ്രയ മേഖലയിൽ നിങ്ങളുടെ നിലപാട് എന്തൊക്കെയാണെന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുള്ളത്. അതുകൊണ്ട് അത് അധികം പറയാണ്ടിരിക്കുന്നതാണെന്നുള്ളത്. ഏതായാലും നിങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്, ഓക്കെ ആയിക്കോട്ടെ, സമരം ചെയ്ത് നിൽക്കട്ടെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്നു, നിങ്ങൾ ആ കുടുംബത്തോടൊപ്പമാണ് എങ്കിൽ നിങ്ങൾ കേവലം പ്രസ്താവന നടത്തിയാൽ മാത്രം പോരാ വിജിൻ. നിങ്ങൾ DGP മാറണമെന്ന് ആവശ്യപ്പെടാൻ ബാധ്യതയുള്ളവരല്ലേ നിങ്ങൾ? എന്തുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല? ഇപ്പോഴും IG മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ട് അതിനെ ശരിവെക്കുന്നു പിണറായി വിജയൻ ചെയ്തത് തെറ്റാണ് എന്ന് പ്രതികരിക്കേണ്ടവരല്ലേ നിങ്ങൾ എന്തുകൊണ്ട് DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നില്ല? അവിടെ ഷാജഹാനെയും ഷാജർ ഖാനെയും ഇപ്പൊ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടതിനെ സംബന്ധിച്ച് അഭിലാഷ് സൂചിപ്പിച്ചല്ലോ. എന്ത് തെറ്റാണ് അവർ ചെയ്തത്? നിരോധിക്കപ്പെട്ട സംഘടനയാണോ SUCI? നിരോധിക്കപ്പെട്ട സംഘടനയിൽപ്പെട്ട ആളുകളാണോ അവർ? ഷാജഹാൻ അദ്ദേഹം ഏതെങ്കിലും ഒരു പൊതുപ്രശ്നത്തിൽ ഇടപെട്ടാൽ എന്താണ് തെറ്റ്? ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. സെബാസ്റ്റ്യൻ പോൾ ആയിരുന്നു ഇടതുപക്ഷ സഹയാത്രികനായി പറയുന്ന ആളാണല്ലോ, MP ആയിരുന്നല്ലോ ഇടതുപക്ഷത്തിന്റെ. ആ സെബാസ്റ്റ്യൻ പോളല്ലേ ആ സമരം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്? അദ്ദേഹം വരാൻ 5 മിനിറ്റ് സമയം മാത്രമാണ് അഭിലാഷയെ വൈകിയത്. അദ്ദേഹം വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഈ സർക്കാർ പിടിച്ചകത്തില്ലായിരുന്നോ? അദ്ദേഹം തൊട്ടു മുമ്പ് മാതൃഭൂമി ചാനൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ഞാൻ വന്നത് വൈകിയത് മൂലം മാത്രമാണ് എനിക്ക് ഷാജഹാനോടൊപ്പം ജയിലിൽ പോകാനുള്ള അവസരം ഉണ്ടാകാത്തത്. അല്ലെങ്കിൽ എന്നെയും പിടിച്ച് ഈ പോലീസുകാർ, ഈ നരാധമന്മാരായ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുമായിരുന്നു എന്ന് സെബാസ്റ്റ്യൻ പോൾ തൊട്ടപ്പുറത്തോട് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തത് ഞാൻ കേട്ടു അഭിലാഷേ. അപ്പൊ ഈ അവസ്ഥയിലാണ് പോയത്. അതിനെ ന്യായീകരിക്കുകയാണ് SFIക്കാരും DYFIക്കാരും. നിങ്ങൾ എന്നിട്ട് പറയുന്നു മഹിജയോടൊപ്പമാണ്, ജിഷ്ണുവിന്റെ ആത്മാവിന്റെ തേങ്ങല ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നതൊക്കെ. എന്ത് അർത്ഥമാണുള്ളത് ഈ പോലീസ് അന്വേഷണം? അഭിലാഷ് ചോദ്യത്തിലേക്ക് ഞാൻ വരാം. എന്ത് അന്വേഷണമാണ് അഭിലാഷേ? മറുപടി പറയട്ടെ. കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തു പോലും വലിയ സംഭവമായി പോയി. മഹിജ ഇവിടെ വന്ന് സമരം പ്രഖ്യാപിച്ചപ്പോ, ആ കുടുംബം സമരം പ്രഖ്യാപിച്ചപ്പോ ഉടനെ തന്നെ ലക്കിടി പേരൂർ കോളേജിൽ മറ്റൊരു വിദ്യാർത്ഥിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പരാതി ഏത് പോലീസ് അന്വേഷിച്ചത്? ഈ പോലീസ് തന്നെയല്ലേ ആ കേസ് അന്വേഷിച്ചപ്പോ ജാമ്യമില്ലാ വകുപ്പില്ലായിരുന്നു. ഇവിടെ മഹിജ സമരം പ്രഖ്യാപിച്ചപ്പോ ഉടനെ തന്നെ കൃഷ്ണദാസിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുന്നു. കാരണം അവർക്കറിയാം കുഴപ്പമാകും. അപ്പോ അങ്ങനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ജാമ്യമില്ലാ വകുപ്പ് എഴുതി പിടിപ്പിച്ചു. അങ്ങനെ എഴുതി പിടിപ്പിച്ചതിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തിന് പിന്നെ ജാമ്യം അനുവദിച്ചു കോടതി. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു വശത്ത് DGP ഒത്തുകളിക്കുന്നു, ഈ കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുന്നു. മറ്റേ കേസിൽ ലക്കിടി പേരൂർ കോളേജിൽ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ ജാമ്യം ലഭിക്കുന്ന വിധത്തിലേക്ക് എല്ലാ സൗകര്യവും ഒരുമിച്ച് ചേർത്ത് അതിന് സ്വാഭാവികമായും താങ്കൾ ആരോപിക്കും. പിന്നെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ മാത്രമല്ല, സുഗതകുമാരി ടീച്ചറും ഈ സമരത്തിൽ പങ്കെടുക്കാൻ അവിടെ എത്താമെന്ന് അറിയിച്ചിരുന്നു. ഒരുപക്ഷെ അവർ കൂടി എത്തിയിരുന്നെങ്കിൽ അവരെയും കൂടി അറസ്റ്റ് ചെയ്യുമായിരുന്നോ എന്നറിയില്ല. ശ്രീ NP ചെക്കുട്ടി, പോലീസിന് തെറ്റുകൾ പറ്റുക എന്നുള്ളത് അത്ര അസാധാരണമൊന്നുമല്ലല്ലോ. പക്ഷെ ഇവിടെ തെറ്റിയ കാര്യത്തെ തള്ളിപ്പറയാൻ അതിന് മുകളിലുള്ള രാഷ്ട്രീയ അധികാര കേന്ദ്രം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആ അമ്മയെ സന്ദർശിക്കാമായിരുന്നു. മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയാണല്ലോ, അത് ചെയ്തില്ല. അത് ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ചു. പോലീസിന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുൻപിൽ നിന്നു എന്നതിൻ്റെ പേരിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് വിദ്യാഭ്യാസ പ്രവർത്തകർ അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. ബാഹ്യശക്തികളുടെ പ്രേരണയുണ്ട് എന്നൊക്കെ ആരോപിക്കുന്നു. സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി തന്നെ ബാഹ്യശക്തികളുടെ പ്രേരണ ഉണ്ട് എന്ന് ആരോപിക്കുന്നു. മുഖ്യമന്ത്രി ഇത് ആവർത്തിക്കുന്നു. എന്തിനാണ് ഒരു സർക്കാർ ഇത്ര വലിയ ഗൂഢാലോചന തിയറികളൊക്കെ ഇത്തരമൊരു സംഭവത്തിൽ ചമയ്ക്കുന്നതെന്നാണ് താങ്കൾ കരുതുന്നത്? പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 8-9 മാസമായിട്ട് ഈ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രത്യേകിച്ച് പോലീസുമായിട്ടുള്ള ബന്ധങ്ങളുടെ വിഷയം നോക്കിക്കഴിഞ്ഞാൽ പരിപൂർണമായ പരാജയമാണ്.
പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിരുന്ന ഒരു സർക്കാരിൻ്റെ ഈ പോലീസ് നയത്തെ, പോലീസിൻ്റെ നടപടികളെ ന്യായീകരിക്കല്ലാതെ മുഖ്യമന്ത്രിക്ക് വേറെ വഴിയില്ല. കാരണം മുഖ്യമന്ത്രിയാണ് ഇവരെ ചുമതല ഏറ്റിരിക്കുന്നത്. ഈ മുഖ്യമന്ത്രിയാണ് ഈ പോലീസ് വകുപ്പിൻ്റെ ഭരണാധികാരിയായിട്ടിരിക്കുന്നത്. മറ്റൊരാളെയും അദ്ദേഹം അതിനകത്തേക്ക് അടുപ്പിച്ചിട്ടില്ല. മാത്രമല്ല, പോലീസ് സംവിധാനത്തിനകത്ത് യഥാർത്ഥത്തിൽ മുമ്പൊക്കെ ആണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സമിതികൾക്കായാലും ശരി, പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തകർക്കായാലും ചില കാര്യങ്ങളിൽ ഇടപെടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അവരെ അനാവശ്യമായിട്ട് സ്ഥാപിത താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത കാലത്തോളം അത് പോലീസിന്റെ മേൽ ഒരു ജനകീയമായിട്ടുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതിൽ ഇടതുപക്ഷം വിജയിച്ചു. അതൊരു വലിയ വിജയമാണ്. ആ തരത്തിൽ പോലീസിന്റെ മേലുണ്ടായിരുന്ന ജനകീയമായ നിയന്ത്രണങ്ങൾ പൂർണ്ണമായിട്ടും പിൻവലിച്ചിട്ട് തീർത്തും ഒരു ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള സംവിധാനമായിട്ട് കേരളത്തിലെ പോലീസിനെ മാറ്റിയിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അത് അദ്ദേഹം സ്വന്തം നിലയ്ക്ക് ഈ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പൂർണ്ണമായിട്ടും കഴിവുള്ള ആളാണ് എന്ന ധാരണയിലാണ് ആരംഭിച്ചത്. പക്ഷേ അത് പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു. ആ പരാജയം സമ്മതിക്കാൻ അദ്ദേഹം തയ്യാറില്ല. കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കുന്നതിൽ കടുത്ത പരാജയമുണ്ട് എന്ന് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. പക്ഷേ ഇത് കേരളത്തിലെ ജനങ്ങൾ കാണുന്ന ഒരു വിഷയമാണ്. കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം, മുൻകാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്നിപ്പം കേരളത്തിലെ ഭരണത്തിൽ, ഇടതുപക്ഷത്തിന്റെ ഈ ഭരണത്തിൽ പോലീസിനെ കയറൂരിവിട്ട ഒരവസ്ഥയാണുള്ളത്. അത് തീർത്തും ആപൽക്കരമാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ ന്യായീകരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. പോലീസിലൂടെ അദ്ദേഹം തനിക്ക് പറ്റിയിട്ടില്ല തെറ്റുകൾ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറില്ല എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് തിരുത്തേണ്ടതായിട്ട് വരും. അത്രയേറെ ഗുരുതരമായിട്ടുള്ള ഒരു ജനകീയ പ്രക്ഷോഭണമാണ് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്നത്. പിണറായി വിജയന് തന്റെ തെറ്റുകൾ തുറന്ന് സമ്മതിക്കേണ്ട ഒരു സമയം ആഗതമാവും. ശരി, ശ്രീ ജേക്കബ് ജോർജ്, പിണറായി വിജയനെ ഇരട്ട ചങ്കൻ എന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ വിളിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 10 മാസമായി പോലീസ് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം അങ്ങേയറ്റം വിമർശിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ സേനയിൽ നിന്ന് ഇത്രയധികം തെറ്റായ പെരുമാറ്റം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ന്യായീകരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്കിതിനെ നന്നായി നടത്താൻ പറ്റുന്നില്ല എന്നതിൻ്റെ കുറ്റസമ്മതമാണോ അത്? അല്ല, ഇതിനകത്തെ നമ്മൾ ഇപ്പം നടന്ന ചർച്ചയിലെ ചില ഉയർന്ന 2-3 കാര്യങ്ങളിൽ, 2 കാര്യങ്ങളിൽ, ഒന്ന് അഭിലാഷ് തന്നെ പറഞ്ഞു ഇവിടെ വേറെ ആരും അതിക്രമിച്ച് കടന്നിട്ടില്ല എന്നുള്ളത്. അത് അഭിലാഷിൻ്റെ റിപ്പോർട്ടർമാരുടെ കയ്യിൽ നിന്നും മറ്റ് റിപ്പോർട്ടുകളിൽ നിന്നുമൊക്കെ കിട്ടിയതാവാം. പക്ഷെ അത് അത്ര നിഷ്കളങ്കമല്ല അഭിലാഷ്. ഞാനും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുകയാണ്. അത് അത്ര നിഷ്കളങ്കമായ റിപ്പോർട്ടുകളോ അത്ര നിഷ്കളങ്കമായ വിലയിരുത്തലോ അല്ല. ശ്രദ്ധിക്കണം, ഇതുപോലെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ 1 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരത്ത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പിൽ ഇത് ആളിക്കത്തിയത് പിന്നിൽ വെറുമൊരു പോലീസ് നടപടി മാത്രമല്ല, ഇത് മുൻകൂട്ടി കാണാൻ പോലീസ് പരാജയപ്പെട്ടു എന്ന് പറയുമ്പോഴും അതിനകത്ത് പല ഗൂഢാലോചനകളും ഉണ്ടായിരുന്നു എന്ന കാര്യം ഞാൻ മനസ്സിലാക്കിയതിൽ നിന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം അഭിലാഷ്. ഒന്നാമത്, ഇന്നലെ ഒരു ചാനലിൽ നടന്ന ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അവിടെ മഹിജയുടെ ഒരു ബന്ധു അശോകൻ എന്നയാൾ പങ്കെടുത്തു. അദ്ദേഹം കുറച്ച് നേരത്തെ വന്നു. ഞാൻ ഇച്ചിരി നേരത്തെ ചെന്നു. 2-3 മിനിറ്റ് കിട്ടിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ ചിലരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നു, നിങ്ങൾ എന്നാ തിരുവനന്തപുരത്ത് വരുന്നത് എന്നൊക്കെ ചോദിച്ചു. ഞങ്ങളുടെ വീട്ടിലിങ്ങനെ കൂടെ വരും. അത് CPM-കാരോ കോൺഗ്രസ്സുകാരോ അല്ല. ഞാൻ അവരുടെ പേരൊക്കെ പറഞ്ഞ് ഞാൻ ആ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വേറെ ഒരാൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഞങ്ങളെ കാണാൻ വന്നു. അവരുടെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് വ്യക്തമല്ല. ഇവരൊക്കെ ഞങ്ങളുടെ കൂടെ ആ ഭാഗത്തുണ്ടായിരുന്നു എന്നൊക്കെയാണ് അശോകൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് മനസ്സിലാക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു, ഇവിടുത്തെ ഇന്റലിജൻസ് പരാജയപ്പെട്ടു. ആ രണ്ടാമത്തെ കാര്യം, ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇവരാരും ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ അത്ര ശരിയല്ല. അതിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ ഉദ്ദേശിക്കുന്നത് ഈ ഷാജർ ഖാൻ എന്ന സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ SUCIയുടെ മുൻപ് AIDSOയുടെ നേതാവായിരുന്ന ആളെ കുറിച്ചാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായ ഇടങ്ങളിലൊക്കെ അയാൾ പോയിട്ടുണ്ട്. മറ്റക്കര ടോംസിന്റെ പ്രശ്നം, ഈ അടുത്ത് SFI ഒക്കെ എങ്ങനെയോ അതേമാതിരി തന്നെ സ്വാശ്രയ കലാലയങ്ങളിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ ചെന്ന് ആ വിഷയത്തിൽ ഇടപെട്ട് അതിനെതിരെ സമരം നടത്തിയിട്ടുണ്ട്. പലയിടത്തും വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ജിഷ്ണു പ്രണോയുടെ വീട്ടിലും പോയിട്ടുണ്ട്. ആവർത്തിച്ച് അവരെ സന്ദർശിക്കുകയും അവർക്ക് പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവർ തിരുവനന്തപുരത്ത് വന്നപ്പോൾ സ്വാഭാവികമായും സ്വീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ ഒരു ഗൂഢാലോചനയാകും? ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ, തീവ്രവാദിയും ഭീകരവാദിയും ഒന്നുമല്ലല്ലോ, ഇവരുടെ കൂടെ ഉണ്ട് എന്ന് കരുതുക. ശരി, അയാളെ കയറ്റണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടുമില്ല. രക്തബന്ധമുള്ളവരെ കയറ്റിവിടണമെന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ
ആണ്ട് അഭിലാഷേ, അതും അവരുടെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, അവരുടെ കാര്യം പറഞ്ഞ കൂട്ടത്തിലുണ്ട്. അവരും ഇടപെട്ട കൂട്ടത്തിൽ ഞാൻ പരാമർശിച്ചവരുടെ കൂട്ടത്തിൽ അവരുടെ പേരും ഉണ്ട്, അവരുടെ മാത്രം പേരല്ല. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അവരുടെ പേര് പോലും ഞാൻ പറയാൻ ഉദ്ദേശിച്ചില്ല, അത് കാര്യം വേറെ. കാരണം അങ്ങനെ ഈ സംഭവങ്ങൾ അവിടെ ഉണ്ടായി, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ ആളി പടരുകയില്ലായിരുന്നു എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അത് മനസ്സിലാക്കുന്നതിൽ ഇന്റലിജൻസ് പരാജയപ്പെട്ടു എന്നും ഞാൻ പറഞ്ഞു. കാരണം ഇവരുടെയൊക്കെ ഫോൺ സംഭാഷണങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ആരാണ് അവരെ സ്വീകരിച്ചത്, ആരൊക്കെയാണ് അടുത്തുകൂടിയത്, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. അതിൻ്റെ എല്ലാ ആകത്തുകയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇപ്പോഴും അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോഴും നടക്കുന്നത്. പിന്നീട് പോലീസിൻ്റെ കാര്യം, ഇവിടെ നല്ല ഒരു പോലീസ് സംവിധാനം ഉണ്ടായത് AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ KJ ജോസഫ് DGP ആയിരുന്നു. KJ ജോസഫ് എന്ന് പറഞ്ഞാൽ ഇരുമ്പൻ ജോസഫ് എന്നൊക്കെയാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. ഞാനുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല, പക്ഷെ നല്ല ഒരു DGP ആയിരുന്നു, നല്ല ഒരു പോലീസ് ഭരണമായിരുന്നു. കാരണം ആന്റണി ഒന്നിലും ഇടപെടാതെ മുഴുവനും പോലീസിനെ വിട്ടുകൊടുത്തു. KJ ജോസഫ് ഒരു കള്ളത്തരവും കാണിക്കാത്ത, ഒരു കള്ളത്തരവും പറയാത്ത നല്ല ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷെ ആ സമയത്ത് കോൺഗ്രസ്സുകാർക്കൊന്നും പോലീസ് സ്റ്റേഷൻ യാതൊരു ഇടപാടുമില്ല. CPM-കാർക്കും അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ CPM-കാർക്ക് എപ്പോഴും പോലീസ് സ്റ്റേഷനിൽ ഒരു കണ്ണുണ്ടാവും. അത് നമ്മൾ നോക്കണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CPM-കാർക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കണ്ണുണ്ടാവും. ജാഗരൂകരായിട്ടിരിക്കും. ശരി, ഞാൻ അങ്ങേക്ക് വരാം. ശ്രീ M. വിജിൻ, ഈ കുടുംബം ഇടതുപക്ഷത്ത് അടിയുറച്ചു നിൽക്കുന്ന ഒരു കുടുംബമാണ്. തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുമ്പോൾ അവിടുത്തെ CPIM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി രക്തഹാരം അണിയിച്ചാണ് ഇവരെ വിട്ടിട്ടുള്ളത്. ജിഷ്ണു പ്രണോയ് നെഹ്റു കോളേജിൽ SFIയുടെ കൊടി ഉയർത്താൻ ശ്രമിച്ച് മാനേജ്മെൻറ്റിൻ്റെ കണ്ണിലെ കരടായി, അങ്ങനെ മാനേജ്മെൻറ്റിൻ്റെ ശത്രുതയ്ക്ക് പാത്രനായി ഒടുവിൽ ഈ ഗൂഢാലോചനയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട ആളാണ്. സംഘടനാ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ട് കൊല്ലപ്പെട്ട ഒരാളാണ് ജിഷ്ണു പ്രണോയ്. ആ ജിഷ്ണു പ്രണോയുടെ കുടുംബത്തെ ഏറ്റെടുക്കാൻ നിങ്ങളില്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ മറ്റുള്ള ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ടാകുക, അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകുക, അല്ലെങ്കിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിട്ടുണ്ടാകുക. അവർ ഇപ്പോഴും ഈ നിമിഷവും പിണറായി വിജയനെയോ CPIM-നെയോ ഒന്നും തള്ളിപ്പറയാൻ ഒരുക്കമല്ല. അങ്ങനെ അടിയുറച്ചു നിൽക്കുന്ന ഇടതുപക്ഷ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കുടുംബത്തിന്, ഒരമ്മയ്ക്കാണ് ഈ ദുര്യോഗം നേരിടേണ്ടി വന്നത് എന്നുള്ളത് ദുഃഖിപ്പിക്കുന്നില്ലേ? ഇവിടെ ഒരു കാര്യം, ഒന്ന് ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഈ പോലീസിൻ്റെ ഒരു അന്വേഷണത്തിന് ഉത്തരവുണ്ട്. ഈ പോലീസ് സംഘം അന്വേഷിച്ചപ്പോഴാണ് ജിഷ്ണു പ്രണോയ് അവിടെ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെന്നും അതിൻ്റെ പേരിലാണ് കൃഷ്ണദാസും സഞ്ജിത്തും ഉൾപ്പെടെ ജിഷ്ണു പ്രണോയെ കോപ്പിയടിച്ചു എന്ന കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതെന്നും ഇതെല്ലാം കണ്ടെത്തിയത് ഈ പോലീസ് സംവിധാനം തന്നെയാണ്. ഇവിടെ ഞങ്ങൾ ഒരു ഘട്ടത്തിൽ അവരെ കൈയൊഴിഞ്ഞിട്ടില്ല. ഇവിടെ ജിഷ്ണുവിൻ്റെ കുടുംബം, ഞാൻ ഈ ചർച്ചയിൽ ഇല്ലാത്തത് കൊണ്ടാണ്, അവരുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. ജിഷ്ണുവിൻ്റെ കുടുംബം ഇവിടെ ആവശ്യപ്പെട്ട ഘട്ടങ്ങളിലെല്ലാം കൃത്യമായി അവർക്ക് വേണ്ടി ഇടപെടൽ നടത്തി കൊടുത്തിട്ടുണ്ട് SFI. ഈ വിഷയത്തിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ചില ആൾക്കാർ ഈ വിഷയത്തിൽ എങ്ങനെയാണ് സമരം നടത്തിയെന്ന് ഞങ്ങൾ നന്നായി കണ്ടിട്ടുള്ളതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച 2 പേരുകൾ, അവർ നടത്തിയ സമരം എങ്ങനെയാണെന്ന് അറിയാം. ഇവിടെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചൊന്നുമില്ല. 2-3 ആളെ കൂട്ടിക്കൊണ്ടുവന്ന് ചാനലുകളിലുണ്ടായിരുന്നു. ചില സമരത്തിന്റെ ഭാഗമായി അവസാന ഘട്ടത്തിലുണ്ടായിരുന്നു. എന്താണ് അവരുടെ രാഷ്ട്രീയ ലാഭമെന്ന് എനിക്കറിയില്ല. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നില്ല. ഞാൻ ഇവിടെ ഡീൻ കുര്യാക്കോസ് ശ്രീ ഡീൻ ഇവിടെ പറയുകയുണ്ടായി. എന്താണ് മുദ്രാവാക്യം? ഡീൻ അല്ലല്ലോ SFIയുടെ മുദ്രാവാക്യം തീരുമാനിക്കേണ്ടത്. ഏത് മുദ്രാവാക്യം ഞങ്ങൾ മുന്നോട്ട് വെക്കണമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. അത് ഈ വിഷയത്തിലും ഓരോ ഘട്ടത്തിലും മുദ്രാവാക്യം എടുത്തിട്ടുണ്ട്. ഇവിടെ മറ്റൊരു സമരത്തെ കുറിച്ച് പറഞ്ഞു. KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സമരം ഞങ്ങൾ കണ്ടതാണ്. നിരാഹാര സമരം ആരംഭിച്ചു പാമ്പാടി കോളേജിൽ. 2-ാം ദിവസം പൊടി തട്ടി എഴുന്നേറ്റ് പോയ പാരമ്പര്യം കൂടിയുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. ഇവിടെ ഈ വിഷയത്തിൽ ഞങ്ങൾ കൈവിട്ടിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ ആവശ്യം എന്താ? ഈ പ്രതികൾ അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ്. ഇന്നിപ്പോൾ പറഞ്ഞു 2 ആഴ്ച കൊണ്ട് അറസ്റ്റ് ചെയ്യണം. 2 ആഴ്ച ഞങ്ങൾക്കിപ്പോൾ ഈ പോലീസ് സംവിധാനത്തിലും വിശ്വാസം തന്നെയാണ്. ആത്മഹത്യയിൽ നിന്ന് കൊലപാതക ശ്രമം വരെ കൃഷ്ണദാസിനെ 1-ാം പ്രതിയാക്കി ഈ കേസെടുത്തത് മുതൽ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഇടപെടലുണ്ടായി. ഈ അന്വേഷണ സംഘം, കിരൺ നാരായണന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം തെറ്റായ ദിശയിലേക്കാണ് പോകുന്നത് എന്ന് ജിഷ്ണുവിന്റെ കുടുംബം പറഞ്ഞിട്ടില്ല. അവർ ശരിയായ ദിശയിൽ തന്നെയായിരുന്നു ഈ നിമിഷം വരെയും. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണദാസ് ഉൾപ്പെടെ മർദ്ദനത്തിന്റെയും ഗൂഢാലോചനയുടെയും ഉൾപ്പെടെയുള്ള കേസുകൾ പെടുത്തി 1-2 പ്രതികളായി വന്നിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള 3 പ്രതികൾ അവരെ അറസ്റ്റ് ചെയ്യണം. അത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഇവിടെ ഇന്ന് പ്രഖ്യാപിച്ചത് 2 ആഴ്ച കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ്. ഞങ്ങൾ ഇപ്പോഴും വിശ്വാസം അർപ്പിക്കുകയാണ്. 2 ആഴ്ച കൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ
ശക്തമായ സമരവുമായി SFI സമരരംഗത്തുണ്ടാവും, ഒരു തർക്കവുമില്ല. ഇതുവരെയും ഞങ്ങൾ സമരത്തെ തന്നെയായിരുന്നു. ഭരിക്കുന്ന പാർട്ടിയുടെ കൊടി നോക്കിയിട്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ മാറി നിന്നിട്ടില്ല. ഈ വിഷയം ഇത്രയും വരെ കുടുംബത്തോടൊപ്പം നിന്ന് തന്നെ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയും ആ രീതിയിൽ തന്നെ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യും വരെ ഈ കുടുംബത്തോടൊപ്പം തന്നെ SFI ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന്റെ പോകുന്നില്ല. ചില ആൾക്കാർ ഇന്നലെ അറസ്റ്റിലായ മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് വിട്ടയച്ച സഞ്ജിത് വിശ്വനാഥൻ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് മുൻ മന്ത്രി KP വിശ്വനാഥന്റെ മകനാണ്. ഈ നെഹ്റു ഗ്രൂപ്പിന്റെ മുതലാളിക്ക് CPIM-നേക്കാൾ ബന്ധമുള്ളത് കോൺഗ്രസിനോടാണ്, ആ പാരമ്പര്യമുള്ള ആളാണ്. ഇതിലൊക്കെ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന് എന്തെങ്കിലും താല്പര്യമുണ്ട്, പക്ഷപാതിത്വമുണ്ട് എന്നൊക്കെ ആരോപിക്കാൻ എന്തെങ്കിലും വസ്തുത വേണ്ടേ? അല്ല, ഞാൻ അതിലേക്ക് വരാം. അതായത് ഇവിടെ ബിജിൻ്റെ വിചിത്രമായ വാദഗതികൾ കേൾക്കുമ്പോൾ സത്യത്തിൽ ഞാനിതൊന്നും പറയാനിരുന്നയാളല്ല. പക്ഷെ എന്നാൽ പോലും പിണറായി വിജയൻ രചിക്കുന്ന തിരക്കഥയിലെ കേവലം കൂലിത്തല്ലുകാരായി, ഇനി അതല്ലെങ്കിൽ ആ ഒരു നിലയിലേക്ക് SFI DYFI അധപതിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവർ സമരം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. നമ്മൾ ലോ അക്കാഡമി സമരം കണ്ടവരല്ലേ? എവിടെ വരെയാണ് ഇവർ സമരം എന്ന്, ഇവരുടെ സമരം എന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ല. നിങ്ങൾ ലോ അക്കാഡമി സമരത്തെ ഏത് വിധത്തിലാണ് ടോർപിഡോ വെക്കാൻ ശ്രമിച്ചത് എന്നതിനെ സംബന്ധിച്ച് അറിയാം. സമരരംഗത്ത് നിന്ന് ഒളിച്ചോടി പോയവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അധികമൊന്നും വീരവാദം മുഴക്കാനുള്ള യാതൊരു സാഹചര്യം ഇവിടെ ഇല്ല. അതുകൊണ്ട് ജിഷ്ണു പ്രണോയുടെ കേസിലും നിങ്ങളുടെ നിലപാട് എന്നൊക്കെ പറയുന്നത് പിണറായി വിജയൻ കൽപ്പിക്കുന്നത് വരെയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ അദ്ദേഹത്തിന്റെ വക്താക്കളായി ഇവിടെ വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് DGP മാറണമെന്ന് ആവശ്യപ്പെടാമായിരുന്നു. നിങ്ങൾക്ക് സമരവുമായി ഇപ്പോഴും മുൻപോട്ട് പോകാമായിരുന്നു. അവിടെ ബാഹ്യശക്തികൾ എന്നൊക്കെ പറഞ്ഞു, ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ബാഹ്യശക്തികൾ എന്നൊക്കെ പറയുന്നു. ഇവിടെ ബഹുമാനനായ ജേക്കബ് ജോർജും സൂചിപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ സീനിൽ എവിടെയാണ് ഷാജർ ഖാനും KM ഷാജഹാനും അവിടെ പോലീസിനെ ആക്രമിച്ചത്? അഭിലാഷെ കാണാമല്ലോ, എവിടെയാണ് ആക്രമിച്ചത്? ഏതെങ്കിലും ഒരു TV ചാനലിന്റെ ക്യാമറയിൽ അവർ പോലീസിനെ ആക്രമിച്ച് അവിടെ DGP ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചോ? ഇല്ല. അവിടെ 14 പേർ അവിടെ ജിഷ്ണു പ്രണോയുടെ കുടുംബക്കാർ, ആ നാട്ടുകാർ എന്ന് പറയുന്നു, അവർ മാത്രമാണ് അവിടെ വന്നത്. അവിടെ മറ്റൊരു തരത്തിലും ഇടപെടൽ ഉണ്ടായിട്ടില്ല. സുഗതകുമാരി ടീച്ചറിനെ കുറിച്ച് പറഞ്ഞു, സെബാസ്റ്റ്യൻ ബോളിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏതായാലും ഇവിടെ എത്രമാത്രം ജാമ്യമില്ലാ വകുപ്പുകൾ ചാർത്തി അവരെ ഇപ്പോ അറസ്റ്റ് ചെയ്ത് എന്ന് വെച്ചാൽ അവരാണ് ഈ തിരക്കഥ ഉണ്ടാക്കിയത് എന്ന് പറയുന്നു. ഞാൻ പറയുന്നു, ഇവിടെ തിരക്കഥ സൃഷ്ടിച്ചത് പിണറായി വിജയനും CPM-ന്റെ നേതൃത്വവുമാണ്. ഇവിടെ ഏത് പോലീസ് അന്വേഷണമാണ് ഇവിടെ ജിഷ്ണുവിന്റെ കുടുംബത്തിന് നീതി നടപ്പിലാക്കി കൊടുത്തത്? ഒരു പോലീസ് അന്വേഷണം കൊണ്ട് അവർക്ക് നീതി നടപ്പിലാക്കിയിട്ടില്ല. ഇവിടെ കൃഷ്ണദാസിനോടൊപ്പം, ഞങ്ങളല്ല കൃഷ്ണദാസിനോടൊപ്പം. ഏത് കൃഷ്ണദാസ്? കോൺഗ്രസ് പാർട്ടിക്ക് കൃഷ്ണദാസുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? സഞ്ജിത് വിശ്വനാഥൻ അയാൾ ആരുമായിക്കൊള്ളട്ടെ, അവരെ അറസ്റ്റ് ചെയ്യാനല്ലേ ഞങ്ങൾ പറയുന്നത്, പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പാർട്ടി എവിടെയെങ്കിലും പറഞ്ഞു? അവിടെ സഞ്ജിത് വിശ്വനാഥന് മുൻകൂർ ജാമ്യം അനുവദിക്കാൻ ആരാണ് ഇടപാട് ചെയ്തു കൊടുത്തത്? ആരാണ് കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം ഇടപാട് ചെയ്തു കൊടുത്തത്? ഇവിടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മഞ്ചേരി ശ്രീധരൻ നായർ എത്ര പച്ചയായിട്ടാണ് ഹൈക്കോടതിയിൽ പ്രതിഭാഗവുമായി ഒത്തുകളിച്ചത്. എന്നിട്ടിപ്പോ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷയുമായി പോയിരിക്കുന്നതെന്ന് വീരവാദം മുഴക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവിടെ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷന്റെ തലവനാ കൃഷ്ണദാസ്. ഞങ്ങൾ സമരം ചെയ്തവരാണ്. സ്വാശ്രയ മെഡിക്കൽ ഫീസിനെതിരെ നിങ്ങൾ സമരം ചെയ്തവരാണ്. നമ്മുടെ വിഷയം സമരമല്ല. രണ്ടു കൂട്ടരും സമരത്തെക്കുറിച്ച് വിശദീകരിച്ചു കഴിഞ്ഞു. എനിക്ക് നേരിട്ട് വിഷയത്തിലേക്ക് വരണം. ശ്രീ M വിജിൻ, ഇന്നലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുൻപിൽ ഉണ്ടായത് എന്താണ് എന്ന് കണ്ണുള്ള കേരളീയരൊക്കെ കണ്ടതാണ്. അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. പറയൂ, പോലീസുകാർക്കെതിരെ നടപടി എടുക്കേണ്ടേ? അല്ല, ശ്രീ M വിജിൻ, പോലീസുകാർക്കെതിരെ നടപടി എടുക്കേണ്ടേ? ഇവിടെ പോലീസുകാരുമായി ബന്ധപ്പെട്ട് IG-യുടെ റിപ്പോർട്ട് മാത്രമാണ് പോയിട്ടുള്ളത്. അതിൽ DGP-യുടെയും അതിനെ തുടർന്നുള്ള തീരുമാനങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനു മുന്നേ ഞാനിവിടെ പ്രതികരിക്കേണ്ട കാര്യമില്ല. ഇവിടെ IG-യുടെ റിപ്പോർട്ട് പോയി. തീർച്ചയായും ഞങ്ങൾ പറഞ്ഞു, അവിടെ നടന്നിട്ടുള്ളത് എന്താണ്? പോലീസ് കുറച്ചുകൂടി സംയമനം പാലിക്കണമായിരുന്നു. അതിനെക്കുറിച്ച് കൃത്യമായി പരിശോധിക്കണം. പരിശോധിച്ച് പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് പോരായ്മകൾ ഉണ്ടായി എങ്കിൽ അതിൽ നടപടി വേണം. ഉണ്ടാകണമായിരുന്നു. പോലീസ് എന്തിനാണ് സംയമനം പാലിക്കുന്നത്? ഇവിടെ ആ സീനിൽ ഒരാളെ സംസാരിച്ചിട്ടുള്ളൂ. അത് ശ്രീജിത്താണ്, ജിഷ്ണു പ്രണോയുടെ അമ്മാവൻ. ആ ശ്രീജിത്ത് പറഞ്ഞത്, ഞങ്ങൾ ജിഷ്ണുവിന്റെ ചോരയായിട്ടുള്ള എല്ലാ ആളുകളെയും കടത്തിവിടണം, ഞങ്ങൾക്ക് DGP-യെ കാണണം, ഞങ്ങൾ അവിടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്.
ഞങ്ങൾ സമരത്തിനല്ല ഇപ്പോൾ പോകുന്നത്, DGPയെ കാണാനാണ്. ഞങ്ങളുടെ കയ്യിൽ കൊടിയില്ല, ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കില്ല, ഞങ്ങൾ കുത്തിയിരിക്കില്ല, ഇതൊന്നും ചെയ്യില്ല. ഞങ്ങൾക്ക് DGPയെ കാണണമെന്നാണ് ACPയുമായി സംസാരിച്ചു കൊണ്ടിരുന്നത്. ആ സമയത്ത് മറ്റാരും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ പോലീസ് ആരും തള്ളിക്കയറാനും ശ്രമിച്ചിട്ടില്ല. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ശ്രീജിത്തിനെ റിമൂവ് ചെയ്യുന്നു. ഒപ്പം അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിന്നിരുന്ന മഹിജ നിലത്ത് വീഴുന്നു. ഇതാണ് ഉണ്ടായത്. പോലീസ് സംയമനം പാലിക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ അതിനവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ സംയമനം പാലിക്കാൻ? ഇവിടെ ഞാൻ മനസ്സിലാക്കിയതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തൊട്ടു മുന്നേ ഒരു ചാനൽ ചർച്ചയിൽ ജിഷ്ണുവിന്റെ അമ്മാവൻ തന്നെ പറയുകയുണ്ടായി. അവിടെ 6 പേരേക്കാൾ അനുമതി നൽകി, 6 പേരെ അകത്ത് കയറ്റാം, നിങ്ങൾ 6 പേരെ ചർച്ചക്ക് നടത്തൂ, അതിനുശേഷം കാര്യങ്ങൾ തീരുമാനിക്കൂ. ആ രീതിയിൽ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ 16 പേരും അതിനകത്തേക്ക് കയറുമെന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞു എന്ന് ആ ചാനൽ ചർച്ചയിൽ തന്നെ അമ്മാവൻ പറയുകയുണ്ടായി. ഞങ്ങൾ 16 പേര് അതിനകത്ത് കയറും, 6 പേർ DGPയുടെ മുറിയിലും ബാക്കിയുള്ളവർ DGPയുടെ പുറത്തും ഇരിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ആ രീതിയിൽ പോകാൻ പറ്റില്ല. നമുക്കറിയാം DGPയുടെ ഓഫീസിനകത്തേക്ക് നമ്മൾ സമരം നടത്താറുണ്ട്, ഞങ്ങൾ ചർച്ചക്ക് പോകാറുണ്ട്. ചർച്ചക്ക് പോകുമ്പോൾ 20 ആളെ വെച്ച് ചർച്ചക്ക് ഞങ്ങൾ വിളിക്കാറില്ല, 4-5 ആൾക്കാരെ മാത്രമാണ് ചർച്ചക്ക് വിളിക്കാറ്. ആ രീതിയിൽ 6 പേരെ ചർച്ചക്ക് വിളിക്കാമെന്ന് പറയുന്നു. പക്ഷെ 16 പേർ പോകണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് മറ്റൊരു തരത്തിലുള്ള സമരമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം ആരായിരിക്കും? അത് പോലീസിന് തന്നെയായിരിക്കും. അതുകൊണ്ട് DGP ഓഫീസിലെ സമരം, ഞങ്ങൾ നടത്തുന്ന സമരത്തെ പോലും മീറ്ററുകൾക്കിപ്പുറം തടയുന്ന നിലയാണ്. മീറ്ററുകൾക്കിപ്പുറം തടഞ്ഞ് ഞങ്ങളെ ഉൾപ്പെടെ വേട്ടയാടുന്ന രീതിയിൽ അവിടെ വേട്ടയാടൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഉണ്ടാകരുത്, അത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ അതല്ല പറഞ്ഞു. ഒരു രാഷ്ട്രീയ സമരമാണെങ്കിൽ അതിന് മീറ്ററുകൾക്കിപ്പുറം തടയാം. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ സമരത്തിനല്ല, DGPയെ കാണാനാണ് പോകുന്നത്, DGP അപ്പോയിന്റ്മെന്റ് തന്നിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നോക്കൂ, മകൻ നഷ്ടപ്പെട്ട ഒരമ്മയാണ്. അവർ രാഷ്ട്രീയ സമരത്തിന് വന്നതല്ല, അവർ സർക്കാരിനെ അട്ടിമറിക്കാൻ വന്നവരല്ല, അവർ പോലീസ് മേധാവിയുടെ തൊപ്പി തെറിപ്പിക്കാൻ വന്നവരല്ല. എൻ്റെ മകന് നീതി കിട്ടണമെന്ന് പറഞ്ഞ അമ്മയാണ്. അവരെ DGP അങ്ങോട്ട് ചെന്ന് കാണേണ്ടതായിരുന്നു. അതിന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്തില്ല. ആ അമ്മയ്ക്ക് നൽകേണ്ട ബഹുമാനം കൊടുത്ത് അകത്തേക്ക് കൊണ്ടുവരേണ്ട പോലീസ് എന്താ ചെയ്തത്? അവിടെ ഞാൻ പോലീസിന്റെ വക്താവല്ല, ഞാൻ SFIയുടെ നേതാവായിട്ടാണ് ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. 6 പേരെ അകത്ത് കയറ്റാമെന്ന് പറഞ്ഞു, 16 പേർ കയറണമെന്ന വാശി വന്നപ്പോഴാണ് അത് നടക്കില്ല എന്ന് പോലീസ് പറഞ്ഞത്. കാരണം DGPയുടെ ഓഫീസിനകത്ത് എല്ലാവർക്കും അറിയുന്നതാണ്, ചർച്ചയിൽ 20 ആളെ വെച്ച് ചർച്ച നടത്തണമെങ്കിൽ അത് മറ്റൊരു വേദിയിൽ വെച്ചാണ് ചർച്ചകൾ നടക്കാറുള്ളത്. DGPയുടെ ഓഫീസിനകത്ത് ഇത്രയും ആളെ കയറ്റുമ്പോൾ ഉണ്ടാകുന്ന, അതിനകത്ത് കയറി മുദ്രാവാക്യം വിളിച്ചാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അത് ഞങ്ങൾക്ക് നന്നായി അറിയാം. നമുക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഞാൻ ആക്രമിക്കപ്പെട്ടു എന്ന് അവർ പറയുക മാത്രമല്ല, അവർ ആ ആക്രമിക്കപ്പെട്ടതിന്റെ പാട് സംസ്ഥാനത്തെ പോലീസ് മേധാവിയെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ആരോപിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണ്ടേ? അല്ലെങ്കിൽ മഹിജ കള്ളം പറയുകയാണെന്ന് പറയേണ്ടി വരും സർക്കാരിന്. പക്ഷെ ആ രീതിയിൽ അക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പരിശോധിച്ച് നടപടി വേണം, അതിലെന്താ തർക്കം? ആ രീതിയിൽ ഒരു അമ്മയെ ചവിട്ടുകയും കുത്തുകയും ഉൾപ്പെടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പരിശോധനയും അതിന് ആ രീതിയിൽ ഇടപെട്ട ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണോ അയാൾക്കെതിരെ നടപടി വേണമെന്ന് അതിനെക്കുറിച്ച് പറയണം എന്നുള്ളതാണ്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ എന്നല്ല. എന്തുകൊണ്ട് മഹിജയെ കേരളം അവിശ്വസിക്കണം? അവർ മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയാണ്, അവരെ അവിശ്വസിക്കേണ്ട. അവരങ്ങനെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ പോരാ. കേരളം ഒരുപക്ഷെ നിങ്ങളെ കേൾക്കുന്ന വിദ്യാർത്ഥി സമൂഹം ആഗ്രഹിക്കുന്നുണ്ടാകുക കുറെ കൂടി ഉച്ചത്തിൽ, കുറെ കൂടി ഉറക്കെ, കുറെ കൂടി ദാർഢ്യത്തിൽ നടപടി വേണമെന്ന് ആഗ്രഹിക്കണം. നടപടി വേണമെന്ന് പറയുന്ന ഒരു വിജയനായിരിക്കും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുക. വളരെ നന്ദി. ഒപ്പം ശ്രീ ഡീൻ കുര്യാക്കോസ്, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ TV രാജേഷ്, ശ്രീ NP ചെക്കുട്ടി.